أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عسى ربكم أن يرحمكم وإن عدتم عدنا وجعلنا جهنم للكافرين حصيرا. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا وأن الذين لا يؤمنون بالآخرة أعتدنا لهم عذابا أليما. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. ഈ മഹത്തായ നവോത്ഥാന സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഇസ്ലാഹി പ്രബോധന സംരംഭങ്ങളിലെ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങളെ, ഈ നാലുകണ്ടം പ്രദേശത്ത് വിശാലമായ ഈ മൈതാനത്ത് വളരെ നേരത്തെ തന്നെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ, ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ സന്നിഹിതരായിട്ടുള്ള സഹൃദയരെ, സഹോദരന്മാരെ, സഹോദരികളെ, പരമകാരുണ്യകനായ റബ്ബിൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് ഈ പ്രഭാഷണങ്ങൾ കേൾക്കാൻ അവസരം ലഭിക്കും, അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ള ഇതര മത സമൂഹത്തിൽപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോടും ഒരു മത സംഘടന, ആ സംഘടനയുടെ പെരുമ പറയാനല്ല, ഇന്നലകളുടെ ചരിത്രമയവിറക്കുന്നത് ലോകസമൂഹത്തിൻ്റെ റിയാ പ്രതീക്ഷിച്ചുകൊണ്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകന്മാരുടെ ചരിത്രം
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ തലമുറക്കും ഇനി ലോകം അവസാനിക്കുന്നവരെയുള്ള ജനപദത്തിനും വിശദീകരിച്ചു കൊടുത്തത് അവരുടെ പെരുമ്പറ പറയാനല്ല, മറിച്ച് മാതൃക ഉൾക്കൊള്ളാനും ഉത്തേജനം കൈവരിക്കുവാനും പുതിയ തലമുറക്ക് ഊടുംഭാവം നൽകുവാനുമാണ് എന്ന വസ്തുത നാം അറിയേണ്ടതുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് ഇടക്കാലത്ത് വിജ്ഞാനമാണ് പ്രധാനം എന്ന് നമ്മളൊക്കെ ഒരേപോലെ അംഗീകരിച്ചിട്ടുണ്ട്. എങ്കിലും അതൊന്നുമല്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞുപോയ ആളുകൾ പറയുന്ന ഒരു വാദം, ഞങ്ങളില്ലായിരുന്നുവെങ്കിൽ, മുജാഹിദ് പ്രസ്ഥാനമില്ലായിരുന്നുവെങ്കിൽ, അതിൻ്റെ പ്രവർത്തനങ്ങളില്ലായിരുന്നുവെങ്കിൽ എന്ന് പറയാൻ പോലും പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ചരിത്രം ഓർക്കുകയാണ്. ഇന്ന് ഇസ്ലാമിക പ്രബോധനം ചരിത്രവും വർത്തമാനവും എന്ന അർത്ഥഗർഭമായ ചരിത്രബന്ധിതമായ ചരിത്രങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങേണ്ട, എന്നിട്ട് അവിടെ നിന്ന് അനുഭവങ്ങളുടെ കലവറകളെ പെറുക്കിയെടുത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട ഒരു ദൗത്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വം. ഗഹനമാണ്, ചരിത്രബോധത്തിൻ്റെ ശക്തമായ പിൻബലത്തോടെ അവതരിപ്പിക്കേണ്ട ഒന്നാണ്. അതിനൊരു ചരിത്ര വിദ്യാർത്ഥിക്ക് അത് സാധിക്കൂ എന്ന ബോധം എന്നിലുണ്ട്, നിങ്ങൾക്കും അതുണ്ടാകണം. ഞാനൊരു ചരിത്ര വിദ്യാർത്ഥിയല്ല, പണ്ഡിതനല്ല. ചരിത്രത്തെ അവധാനതയോടെ നോക്കിക്കാണാനുള്ള മനസ്സിൻ്റെ ആഗ്രഹത്തിൽ നിന്നുകൊണ്ടും ഒരു തലമുറയെ രൂപപ്പെടുത്തുന്നതിന് ചരിത്രം വല്ലാതെ പങ്കുവഹിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടും ഇന്നലകളിൽ ചരിത്രം മനുഷ്യന് സൃഷ്ടിച്ചില്ലെന്നും മനുഷ്യൻ ചരിത്രത്തെ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും ആ ചരിത്രമാണ് പുതിയ തലമുറക്ക് നവചൈതന്യം സമ്മാനിക്കുന്നത് എന്നുമുള്ള ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയത്തെ ഞാൻ നോക്കിക്കാണുന്നത്. ഈ വിഷയത്തെ നമുക്ക് വിശാലമായും കാണാം, കേരളത്തിന്റെ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്ര ഭൂമികയിൽ നിന്നുകൊണ്ടും കാണാം. നൂഹ് അലൈഹിസ്സലാം മുതൽ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായ റസൂലുള്ള വരെയുള്ള അമ്പിയാക്കളുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി കാണാം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ സഹാബികൾ, ആ അറഫ ഓർക്കുന്നുണ്ടല്ലോ, 2 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന അറഫ ഓർക്കുന്നുണ്ടല്ലോ, മാനവ ചരിത്രത്തിലെ മേഘനാ കാർട്ട നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ആ ചരിത്രത്തിലെ പ്രഖ്യാപനം, ഇവിടെ ഹാജറുള്ളവർ ഇത് ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന തിരുദൂതരുടെ കള്ളമില്ലാത്ത വചനങ്ങളുടെ പിൻബലം നെഞ്ചകത്തേറ്റി കുതിരകളും വണ്ടികളും തങ്ങളുടെ വാഹനങ്ങൾ തിരിഞ്ഞു നിന്ന ദിക്കിലേക്ക് കടിഞ്ഞാണും പിടിച്ച് പാതേയമില്ലാതെ, ഭാഷയറിയാതെ, വഴികാട്ടികളില്ലാതെ, വീടുകളില്ലാതെ, സ്വീകരിക്കാൻ സെന്ററുകളില്ലാതെ, എയർപോർട്ടുകളിൽ ആള് വന്ന് കാത്തിരുന്ന് തക്ബീർ ധ്വനികൾ മുഴക്കി കൊണ്ടുപോകാൻ ആളുകളില്ലാതെ, ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് സഹാബികൾ നടത്തിയ ജൈത്രയാത്രയുടെ ചരിത്രം പറയാം ഈ വിഷയത്തിൽ. ശേഷം താബികളുടെയും താബികളുടെയും അവിടെ നിങ്ങോട്ടുള്ള 1400 വർഷങ്ങളുടെ അനവരതം വരുന്ന ചരിത്രങ്ങളെ തീജ്വാലകളിൽ നിന്ന് ആവാഹിച്ചെടുത്ത് പെറുക്കിയെടുത്ത് ഒരു പുതിയ സമൂഹത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി അവതരിപ്പിക്കാം ഈ വിഷയത്തിന്റെ സമയപരിധിയിൽ നിന്നുകൊണ്ട്. കേരളം എന്ന് പറയുന്ന സാംസ്കാരിക പൈതൃകങ്ങൾ ഉറങ്ങുന്ന ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പുകൾക്കൊണ്ട, ലോകത്തിന് തന്നെ സാംസ്കാരികമായ കൾച്ചറൽ കോൺട്രിബ്യൂഷൻ ലോകത്തിന് സമ്മാനമായി നൽകിയ ഒരു സ്റ്റേറ്റിന്റെ മുസ്ലിം സമൂഹത്തിലെ അല്ല, ജാതീയതയുടെ, വർഗീയതയുടെ, വിഭിന്ന ചിന്തകളുടെ, വിഗ്രഹാരാധനകളുടെ നടുവിൽ ജീവിച്ച ശ്രീനാരായണ ഗുരുവിനെ പോലും സ്വാധീനിച്ച ശിഷ്യനായി പിടിച്ചിരുത്തിയ വക്കം മൗലവിയുടെ കഥ പറയുന്ന കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലേക്ക് പരിമിതപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിക്കാനും ഈ വിഷയത്തെ നമുക്ക് സാധിക്കും. എന്നാൽ സമഗ്രമായ ദീർഘമായ ഒരു പ്രസംഗത്തെക്കാൾ ഉപരി സമയബന്ധിതമായ പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലിട്ട് തന്നാൽ അത് സ്വീകരിക്കാൻ പാകപ്പെട്ട
എടത്തനാട്ടുകരയുടെ മണ്ണിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് സമൂലമായി ഈ പ്രദേശങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഭൂമികയിലേക്ക് വന്നത്. ഫത്വാല അലൈഹിമുൽ അമദ് ഫഖസതു ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. 50-ാം അധ്യായം 16-ാമത്തെ വചനം. കാലം ഇങ്ങനെ ദീർഘിച്ചു പോയപ്പോ, ഇസ്ലാമിക ചൈതന്യത്തിൽ നിന്നവർ തെറ്റിപ്പോയപ്പോ, ഇന്നലകളെ അവർ മറന്നപ്പോ, ഇന്നിന്റെ പുതിയ ഭൗതിക പ്രമത്തതകളുടെ പിന്നാലെ അവർ പോയപ്പോ, പ്രവാചകന്മാരുടെ ഉജ്ജ്വലമായ ചരിത്രത്തെ സ്മൃതിപദങ്ങൾക്കപ്പുറത്തേക്ക് അവർ കാലുകൊണ്ട് ചവിട്ടിമെതിച്ചപ്പോ ഫത്വാല അലൈഹിമുൽ അമദ് ഫഖസതു ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. അങ്ങനെ വന്നപ്പോ അവരെ മനസ്സ് കെടുത്തുപോയി. അവരിൽ ഭൂരിപക്ഷം ആളുകളും തെമ്മാടികളായി തീർന്നു. ഈമാനിൽ നിന്ന് കുഫ്റിലേക്ക്, തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക്, സുന്നത്തിൽ നിന്ന് ബിദ്അത്തിലേക്ക്, ധർമ്മ പടകഹാകളത്തിൽ നിന്ന് അധർമ്മത്തിന്റെ പടുകുഴിയിലേക്കുള്ള യാത്രയായിരുന്നു മാനവ സമൂഹത്തിന്റെ എന്നുമുള്ള ചരിത്രം. ഇബ്ലീസിന് ആവശ്യം ശിർക്ക് ചെയ്തവരെയല്ല, ഇബ്ലീസിന് ആവശ്യം ബിദ്അത്തിൽ ആപതിച്ചു പോയവരെയല്ല, ഇബ്ലീസിന് ആവശ്യം അധർമ്മത്തിൽ കൂപ്പുകുത്തിയവരെയല്ല. തൗഹീദിന്റെ ധ്വജവാഹകരായി ജീവിച്ച ഒരു തലമുറയെ നശിപ്പിക്കുക എന്ന മൗലിക ലക്ഷ്യമല്ലാതെ പിശാചിന് ലോകത്തുണ്ടായിട്ടുണ്ടോ? നൂഹ് നബിയുടെ ഫിർഖത്തുന്നാജിയാകുന്ന കപ്പലിൽ കയറിയവരാരാ? അല്ല ഇഷ്ടപ്പെട്ടവർ, അല്ല അംഗീകരിച്ചവർ, അല്ല തൃപ്തിപ്പെട്ടവർ, നൂഹ് നബി പ്രാർത്ഥിച്ചവർ, നൂഹ് നബിയുടെ പ്രബോധന പാതയിൽ കർമ്മനിരതരായി പങ്കുകൊണ്ട അങ്കുലീപരിമിതമായ ആളുകൾ. അവര് കപ്പലിൽ കയറി അറാറത്ത് പർവ്വത നിരകളിൽ ജൂതി പർവ്വതത്തിൽ വന്ന് ആ കപ്പലിൽ നിന്നപ്പോ അവരെ കൂടെ കുഫറുള്ളവരില്ല, കാഫറുകളില്ല, ശിർക്കിന്റെ ആളുകളില്ല, അന്ധവിശ്വാസികളില്ല, അധർമ്മബോധത്താൽ ജീവിതത്തെ നശിപ്പിച്ചവരില്ല. മറിച്ച് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രബോധനത്തിന്റെ കർമ്മപാതയിൽ പങ്കുചേർന്ന മുവഹിദുകളല്ലാതെ. ഒരുപാട് പ്രാസംഗികരും പ്രബോധകരും ഒക്കെ ഉള്ള ഒരു സദസ്സിലാണ് ഞാൻ എണീറ്റേക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ. ധന്യമായ ഒരു സായം സന്ധ്യയിൽ കാർമേഘം ആകാശാവൃതമായി നമ്മയൊക്കെ ഈമാനിന്റെ ദുർബലത കൊണ്ട് സ്വാധീനിച്ചു നിന്ന നിമിഷമാണ് മഗ്‌രിബിന്റെ തൊട്ടു മുമ്പ് കടന്നുപോയത്. തവക്കുലില്ലാത്ത മനസ്സിന്റെ ഉടമകൾക്ക് ആർത്തിരമ്പുന്ന തിരമാലകളെ ചാടിക്കടന്ന നടുക്കടവിൽ കൊമ്പൻ സാവിനെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന മുക്കുവന്റെ മനോഗതമില്ലാതെ ഇസ്ലാഹി പ്രബോധനത്തിന്റെ കർമ്മപാതയിൽ അണിനിരക്കാമെന്ന മോഹം അതൊരു വ്യാമോഹം മാത്രമായി കലാശിക്കും എന്ന ഓർമ്മയും നമുക്ക് ഈ തരുണത്തിൽ ഉണ്ടാകണം. മുഅ്മിനിന്റെ 3 സുപ്രധാനമായ ഗുണങ്ങൾ വിശദീകരിച്ചെടുത്ത് വഅലാ റബ്ബിഹി യതവക്കലൂൻ, അവർ അല്ലാഹുവിൽ അചഞ്ചലമായി ബരമേൽപ്പിക്കുന്നവർ എന്ന് 8-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഭരമേൽപ്പിക്കലിന്റെ ദുർബലത, ഈമാനിന്റെ ദുർബലത, ഈമാനിൽ പുഴുക്കുത്തു വരുന്നത് കാത്തുകൊള്ളണം എന്ന ഖുർആനിന്റെ കൽപ്പന ഓർത്തുകൊണ്ടാണ് ഈ നവോത്ഥാന സമ്മേളനത്തിൽ, അതും ആര് സംഘടിപ്പിക്കുന്ന നവോത്ഥാന സമ്മേളനത്തിൽ, നവോത്ഥാനത്തിന്റെ ചരിത്രത്തിന്റെ കൂടെ നടന്നു ശീലിച്ചിട്ടില്ലാത്ത പിഞ്ചുപൈതങ്ങളായ MSMകാർ സംഘടിപ്പിച്ചിട്ടുള്ള നവോത്ഥാന സമ്മേളനത്തിൽ നവോത്ഥാനത്തിന് കളമൊരുക്കുകയും നവോത്ഥാന നായകന്മാർക്ക് ആവേശം പകരുകയും ചെയ്ത നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള എടത്തനാട്ടുകരയുടെ മണ്ണിൽ തന്നെ നവോത്ഥാന ചരിത്രം ആവർത്തിക്കപ്പെടണമെന്ന അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇവിടെ നടപ്പാക്കുന്നത് എന്ന ബോധവും 50-ാം അധ്യായം 22-ാമത്തെ വാചകത്തിന്റെ ഉള്ളടക്കവും നമുക്ക് ഓർമ്മ വേണം. ചുരുക്കി പറയട്ടെ, 1 മണിക്കൂറിനുള്ളിലാണ് എനിക്ക് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ളത്. 11 മിനിറ്റുകൾ പിന്നിട്ട് പോയി. 11 മിനിറ്റുകൾ പിന്നിട്ട് പോകുമ്പോൾ ഓർക്കണം, നാം ഒരു കാര്യം അറിയണം. ഒരേ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നത്. ഒരേ ഒരു ലക്ഷ്യം. അതെന്താ? അമ്പിയാക്കളും മുഴുക്ക പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം, വയാ ഖൗമി മാലി യദൂകും മിനൻ നജാത്ത് വതദൂനനി ഇലന്നാർ. അല്ലയോ ജനങ്ങളെ, വയാ ഖൗമി, അല്ലയോ ജനങ്ങളെ, മാലി, നിങ്ങൾക്ക് എന്തായി പോയി? നിങ്ങൾക്ക് എന്താ പറ്റിയത്? അദൂകും മിനൻ നജാത്ത്, ഞങ്ങൾ നിങ്ങളെ, അടിവരയിടണം കേട്ടോ, ഭൗതികതയിലേക്കല്ല. കോഴിക്കോട് കടപ്പുറം സാക്ഷ്യം നിന്ന സോളിഡാരിറ്റിയുടെ പ്രഥമ ജില്ലാ സമ്മേളനത്തിന്റെ നോട്ടീസിലെ പ്രഖ്യാപനം എന്താണെന്നറിയോ? നിങ്ങൾക്ക് പാർപ്പിടമില്ല, ഞങ്ങൾ നിങ്ങൾക്ക് പാർപ്പിടം നൽകാം. വൈദ്യുത സൗകര്യങ്ങളില്ല, നിങ്ങൾക്ക് ഞങ്ങൾ വൈദ്യുത സൗകര്യങ്ങൾ നൽകാം. ജലസേചന പദ്ധതികളില്ല, ഇറിഗേഷൻ പ്രൊജക്ടുകളിൽ നിന്ന്, ജലപദ്ധതികളിൽ നിന്ന് നിങ്ങളുടെ വീടുകളിൽ ജലമെത്തിച്ചേരാം. നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കൂ. ഞങ്ങൾ ആദ്യമായി ചെയ്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വരാന്തകളിൽ നിർദ്ധരായ മനുഷ്യർക്ക് മരുന്ന് വിതരണം ചെയ്തു.
എന്ന പരിപാടിയിലൂടെ കമ്മ്യൂണിസ്റ്റ് ലോകത്ത് കടന്നു വന്നത് അങ്ങനെയാ. നിങ്ങൾക്ക് പാർപ്പിടമില്ല, ഞങ്ങൾ നിങ്ങൾക്ക് പാർപ്പിടം നൽകാം. നിങ്ങൾക്ക് വസ്ത്രമില്ല, ഞങ്ങൾ വസ്ത്രം ധരിപ്പിക്കാം. നിങ്ങൾക്ക് പശിയടക്കാൻ ഭക്ഷണം നൽകാം എന്ന ഭൗതിക മുദ്രാവാക്യം. 1.25 ലക്ഷത്തോളം അമ്പിയാ മുർസലീങ്ങൾ ലോകത്ത് വന്നല്ലോ. മനുഷ്യന്റെ വിശപ്പറിയാത്തവരാണോ അവർ? ലോകത്തോട് കാരുണ്യം കാണിക്കാൻ പഠിപ്പിച്ച മുഖമുദ്രയായ പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യരുടെ പട്ടിണി മാറ്റാൻ ഒരുപാട് വകുപ്പുകൾ കോറിയിട്ട വേദഗ്രന്ഥം. പട്ടിണി മാറ്റാത്തതിന്റെ പേരിൽ നരകമുണ്ട് എന്ന് അനവധി തവണ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെട്ട ഖുർആനിന്റെ അനുയായികൾ ഒരു കാര്യം അറിയണം. ഒരു പ്രവാചകനും ഞങ്ങൾ നിങ്ങൾക്ക് പാർപ്പിടം നൽകാം, ഞങ്ങൾ നിങ്ങൾക്ക് വസ്ത്രം നൽകാം, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകാം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് കടന്നു വന്നവരല്ല. അല്ല, പ്രവാചകന്മാർ ലോകത്ത് വന്നത് വയാ ഖൗമി മാലി യദൂകും ഇലൻ നജാത്ത് വതദൂനനി ഇലൻ നാർ. അല്ലയോ ജനങ്ങളെ, ആ അവസാന വാക്കൊന്നും ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ എന്നെ നരകത്തിലേക്കാ വിളിക്കുന്നത്, നിങ്ങൾ എന്നെ വിളിക്കുന്നത് ശിർക്കിലേക്കാ, പാരമ്പര്യത്തിലേക്ക് മടങ്ങാൻ പറഞ്ഞല്ലോ. പാരമ്പര്യ വിശ്വാസങ്ങളുടെ കടക്ക് ഞാൻ കത്തിവെച്ചു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? തബ്ബല്ലക് യാ മുഹമ്മദ്. ഇതിനാണോ മുഹമ്മദെ നീ ഞങ്ങളിവിടെ വിളിച്ചു വരുത്തിയത്? പാരമ്പര്യ വിശ്വാസങ്ങളെ പരിഹസിക്കാനും പുച്ഛിച്ചു തള്ളാനും നിന്റെ കാൽ കീഴിലിട്ട് ഞെരിച്ചു മെതിക്കാനും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ പുറലോകത്ത് അല്ലെങ്കിൽ പുറകിലേക്ക് വലിച്ചെറിയാനുമാണോ മുഹമ്മദ് നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്നവർ ചോദിക്കുമ്പോ നരകത്തിലേക്ക്, അതാണ് നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത് എങ്ങോട്ടാ? നരകത്തിലേക്കാണ്. 40-ാം അധ്യായം 41-ാമത്തെ വചനം അല്ലേ? അപ്പൊ എന്താണ് നമ്മുടെ ലക്ഷ്യം? സ്വർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക. ദാറ്റ്സ് ഓൾ. നരകത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുക അല്ലേ? വിശുദ്ധ ഖുർആൻ അങ്ങനെയാ പറഞ്ഞത് അല്ലേ? യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 45-46 വചനങ്ങൾ. അല്ലയോ പ്രവാചക, അങ്ങ് ലോകത്തിന് മാതൃകയാണ്. ഏതൊരു തത്വത്തിലേക്കും ആദർശത്തിലേക്കും ധർമ്മബോധത്തിലേക്കും നീതിബോധത്തിലേക്കും മാനവതയെ അങ്ങ് ക്ഷണിക്കുന്നുവോ അക്കാര്യത്തിൽ ഉജ്ജ്വലമായ മാതൃക, വാക്കും പ്രവൃത്തിയും ഒന്നായി തീരുന്ന ഉജ്ജ്വലമായ മാതൃകയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഏതൊരു ആദർശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നുവോ ആ കാര്യത്തിൽ നമ്മൾ മുന്നിൽ. നരാണിയുടേതായ ഡ്രസ്സ് പോകാൻ പാടില്ല എന്ന് പറയുന്നത് ചെരുപ്പിനടിയിലേക്ക് ഇട്ട പാൻസ് കയറിക്കിടക്കുമ്പോഴല്ല, പള്ളി മിമ്പറിൽ കയറി അല്ല എന്നാണ് പറഞ്ഞതിന്റെ ധ്വനി. ജീവിതത്തിൽ സ്ത്രീധനം വാങ്ങരുത് എന്ന് പ്രസംഗിക്കുകയും പിന്നാമ്പുറങ്ങളിൽ ദാരിദ്ര്യം പിശാച് ഓർമ്മപ്പെടുത്തുകയും ആ ദാരിദ്ര്യത്തിന്റെ ഓർമ്മകളിൽ ആരുമറിയാതെ സ്ത്രീധനം വാങ്ങുകയും ചെയ്യുന്ന സ്വകാര്യത്തിലെ കള്ളക്കച്ചവടം നടത്തുന്നവനെ അല്ല അള്ളാഹുവിന്റെ റസൂലിലൂടെ ലോകം കണ്ടത്. ഏതൊരു ദർശനത്തിലേക്ക് അങ്ങ് ക്ഷണിക്കുന്നുവോ അങ്ങയുടെ ഉള്ളും പുറവും മാന്യതയ്ക്ക് വിരുദ്ധമായ ഒന്നുമില്ലാത്ത ഹൃച്ചുവായ രചതരേഖയിലൂടെ രൂപപ്പെടുത്തിയ തെളിഞ്ഞ പ്രകാശപൂരിതമായ പാത അതാകുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം ലോകത്ത് രൂപപ്പെടുത്തിയ ആ ഹൃച്ചുവായ പാത. സകല അമ്പിയാക്കളെയും അല്ലാഹു നടത്തിച്ച ശ്രേയസ്കരമായ ധർമ്മബോധത്തിന്റെ പാത. തെല്ലും വലത്തോട്ടും ഇടത്തോട്ടും തെറ്റിപ്പോകാതെ സ്വർഗത്തിലേക്കുള്ള സ്ട്രെയിറ്റ് ഫോർവേഡായ ഒരു പാത. അതാണ് ഹാദാ സബീലുല്ലാഹി മുസ്തഖീമ എന്ന് പറഞ്ഞ ആ പാത. ആ പാത ലോകത്ത് നിന്നും നിലനിന്നിരുന്നു. അമ്പിയാക്കൾ മുഴുവനും അങ്ങോട്ട് ക്ഷണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ വീണ്ടും പറയാൻ, അങ്ങ് ആരാ? അങ്ങ് നദീറാണ്, അങ്ങ് ബഷീറാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ എംഎസ്എമ്മുകാരൻ ആരാ? നദീറാണ്, ബഷീറാണ്. എന്താ നദീർ? ഇൻദാറും തബശീറും, ഉപദേശം, നരകത്തെ കുറിച്ചുള്ള താക്കീത്. കത്തിജ്വലിക്കുന്ന നരകം. അതാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് അല്ലെ? ഉമർ ബിൻ അബ്ദുൽ അസീസ് ഇമാമായി നിന്ന് ആയത്തോതി ബോധരഹിതനായിട്ടാണ് മിഹ്റാബിൽ താഴെ വീണത്. അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ നിന്നത് മന്ത്രിച്ചു കൊണ്ടേയിരുന്നു. വിശുദ്ധ ഖുർആനിലെ 91-ാം അധ്യായം 14-ാമത്തെ വചനം. ചുണ്ടുകൾ അത് കത്തിച്ചൊലിക്കുന്ന നരകം അതാണ് മുന്നിൽ. നിങ്ങൾ നരകത്തിന്റെ വക്കിലായിരുന്നു. നിങ്ങളുടെ ചെരുപ്പിന്റെ സ്വർഗം നിങ്ങളുടെ ചെരുപ്പിന്റെ വള്ളി പോലെ അടുത്തിരിക്കുന്നു. നിങ്ങളുടെ കാലിനോട്, നിങ്ങളുടെ തള്ളവിരലിന് ഉള്ളിലൂടെ ചെരുപ്പിന്റെ വാറ് നിങ്ങളുടെ കാലിൽ ചേർന്ന് നിൽക്കുന്ന പോലെ സ്വർഗവും നരകവും നിങ്ങളോടൊപ്പം. നരകവും അങ്ങനെ തന്നെ എന്ന് പറയുന്നത് ആരാ? ജീവിതത്തിൽ ഒരിക്കലും ആരെയും ചതിച്ചിട്ടില്ലാത്ത, വഞ്ചിച്ചിട്ടില്ലാത്ത,
ആരുടെ മുതലും അപഹരിച്ചിട്ടില്ലാത്ത, വാക്ക് തെറ്റിച്ചിട്ടില്ലാത്ത മഹാരഥനായ പ്രവാചക ചക്രവർത്തി സംസ്കാരത്തിന്റെ ഭൂചണ്ഡഗിരിയിൽ നിന്നൊരു ജനതയെ ലോക സംസ്കാരത്തിന്റെ ഉന്നത സോപാനങ്ങളിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത 4 നൂറ്റാണ്ടിനുള്ളിൽ അക്ഷരജ്ഞാനമില്ലാത്ത ഒരു പ്രവാചകൻ അക്ഷരങ്ങളുടെ ലോകത്ത് അക്ഷരങ്ങളുടെ വിപ്ലവം നയിച്ചുകൊണ്ട് ലോക സംസ്കാരങ്ങളിൽ അതേ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിലിന്റെ വാക്കുകൾ കടമെടുത്താൽ മുസ്ലിങ്ങൾ തൊട്ടുവെക്കാത്തൊരു ശാസ്ത്രശാഖയും ഞങ്ങൾക്ക് പൂർത്തീകരിക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞിടത്തേക്ക് ഒരു ജനതയെ, ആസ്ട്രോണമി എന്താ മുസ്ലിങ്ങൾ പറയും, ആസ്ട്രോണമി എന്താ മുസ്ലിങ്ങൾ പറയും, ജിയോഗ്രഫി എന്താ മുസ്ലിങ്ങൾ പറയും, എന്താ അനാട്ടമി മുസ്ലിങ്ങൾ പറയും, എന്താ കാർഡിയോളജി മുസ്ലിങ്ങൾ പറയും. എന്താ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞതിന്റെ പൊരുള്? മുസ്ലിങ്ങൾ തൊട്ടുവെക്കാത്ത ഒരു ശാസ്ത്രശാഖയും ലോകത്ത് ഞങ്ങൾക്ക് പൂർത്തീകരിക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾക്ക് സ്വതന്ത്രമായൊരു ശാസ്ത്രശാഖയും ഒന്നിനെണ്ണി തുടങ്ങേണ്ടി വന്നിട്ടില്ല. അതുപോലെ ഇസ്ലാഹി പ്രസ്ഥാനം ടച്ച് ചെയ്യാത്ത ഒന്നും നവോത്ഥാന ചരിത്രത്തിൽ കേരളത്തിലില്ല. മുസ്ലിങ്ങൾ തൊട്ടുവെക്കാത്ത ശാസ്ത്രശാഖയില്ലെന്ന് വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ പോലെ മുജാഹിദ് പ്രസ്ഥാനം തൊട്ടുവെക്കാത്ത ഒന്നും നവോത്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇല്ല. അത് പറയുമ്പോഴാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന മുസ്ലിം സ്ത്രീകൾ പലതും വിദ്യാഭ്യാസമില്ലാതെ പോയവർ, മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ പോയവർ, അങ്ങനെ പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരു ജനപദത്തെ സ്വാതന്ത്ര്യത്തിന്റെ പുതിയ ഭൂമികയിലേക്ക്, അതാവട്ടെ ആർത്തിരമ്പുന്ന സ്വാതന്ത്ര്യമല്ല, നെഗറ്റീവായ സ്വാതന്ത്ര്യമല്ല, ഖുർആനിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്ക്, അല്ലാതെ തെണ്ടിത്തിരിഞ്ഞ അങ്ങാടികളിലൂടെ ജാഹിലിയ സ്ത്രീകൾ നടന്ന പോലെ സൗന്ദര്യ പ്രദർശനത്തിന്റെ പുതിയ ലോകം സൃഷ്ടിക്കാനല്ല സ്ത്രീകൾക്ക് വിജ്ഞാനവും അക്ഷരജ്ഞാനവും പേന പിടിപ്പിക്കാനും പഠിപ്പിച്ചത്. ഇറാ ഗുഹയിൽ വേദഗ്രന്ഥങ്ങളുടെ ഒടുവിലത്തെ ഗ്രന്ഥമായ വേദഗ്രന്ഥത്തിന്റെ തുടക്കമുണ്ടല്ലോ. ലോക വേദഗ്രന്ഥങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ തുടക്കം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒടുവിലത്തെ ഗ്രന്ഥത്തിന്റെ വഹി കൊടുക്കാൻ ആദ്യമായി കടന്നു വന്ന ചരിത്രത്തിലെ ധന്യമായ നിമിഷം ഇറാ ഗുഹയുടെ ഓരങ്ങളിൽ കയറി നിൽക്കുമ്പോ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ചരിത്രബോധം ആവർത്തിച്ച് കയറി വരുമ്പോ വായിക്കുക പ്രവാചക. ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, അതിലേറെ ശ്രദ്ധേയമായ ദശോപനിഷത്തുക്കൾ, ഈശാവാശോപനിഷത്തും മുണ്ടകോപനിഷത്തും കഠോപനിഷത്തും കേനോപനിഷത്തും ശേതരോപനിഷത്തും, ഈ ഉപനിഷത്തുക്കൾക്കൊന്നും സാധിക്കാത്ത ഒരു പ്രഖ്യാപനം തൽമൂദിലാവട്ടെ, സന്നവസ്തിലാവട്ടെ, കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലാവട്ടെ, ഓൾഡ് ടെസ്റ്റ്മെന്റിലാകട്ടെ, ന്യൂ ടെസ്റ്റ്മെന്റിലാകട്ടെ, രാഷ്ട്രീയ മീമാംസകളുടെ തുടക്കത്തിലാകട്ടെ, എവിടെയും കാണാത്ത ഒരു പ്രഖ്യാപനം. വായിക്കുക പ്രവാചക, വായിക്കുക. നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടിനാഥന്റെ നാമത്തിൽ വായിക്കുക. നവോത്ഥാനം അവിടെ നിന്നാ. നവോത്ഥാനം പ്രവാചകന്മാരുടെ അണമുറിയാത്ത കണ്ണികളിൽ അവസാന ശൃംഖലയിൽ നിന്ന് തുടങ്ങുന്ന മാനവകുലത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ നൂഹ് നബി മുതൽ കയറി വരുന്നു ആ ചരിത്രം അല്ലേ? ചുരുക്കി പറഞ്ഞു പോകുമ്പോൾ ആ വായിക്കുക എന്നിടത്തുനിന്ന് തുടങ്ങിയ ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രവാചകന്മാർ വെട്ടിത്തെളിച്ച പാതയിൽ റസൂലുള്ളാഹി അവസാനത്തെ കണ്ണിയായി കടന്നു വരുമ്പോ ദീർഘമായ പ്രവാചകന്മാരുടെ ഒരു പാതയുണ്ട് റസൂലിന്റെ മുമ്പിൽ. ഓർക്കാൻ, ക്ഷമിക്കാൻ അല്ലാഹ് എന്താ ചെയ്തത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പീഡനം അനുഭവിക്കുമ്പോ, സഹാബികൾ പീഡനം അനുഭവിക്കുമ്പോ കഴിഞ്ഞ കാല ചരിത്രം പറഞ്ഞു കൊടുത്തു. പ്രതാപവാനായ, സുസ്ഥിരകനായ, സ്വച്ഛാധിപതിയായ, മാലിക്കുൽ മുലൂക്കായ, റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ നാഥനായ ആ നാഥനിൽ വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് എങ്ങനെ പ്രപഞ്ചത്തിന്റെ നാഥൻ അല്ലാഹുവാണ് എന്ന ലോകത്തൊരിക്കലും മണമുറിഞ്ഞിട്ടില്ലാത്ത മഹാസത്യത്തിന്റെ മുമ്പിൽ മനസ്സിനെ പിഞ്ചു പൈതങ്ങൾ കളിപ്പാട്ടത്തിന്റെ മുമ്പിൽ മനസ്സ് സമർപ്പിച്ച പോലെ മനസ്സിനെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മുമ്പിൽ ഊട്ടപ്പെട്ട മനസ്സുമായി ജീവിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് സൂറത്ത് ബുറൂജിൽ അല്ലാഹ് വിശദീകരിച്ചില്ലേ 4 മുതലുള്ള വചനങ്ങളിൽ? അവരെ തീക്കുണ്ടാരത്തിലേക്ക് അവരെറിഞ്ഞു അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നുള്ള കാരണത്താൽ. ഇത് പറഞ്ഞു കൊടുക്കുന്നത് ആർക്കാ? പൂർവ്വകാല ചരിത്രം പറഞ്ഞു കൊടുക്കുന്ന ആർക്കാ? സഹാബികൾക്ക്. എന്തിനാ? അവർ ബേജാറായപ്പോ. നമ്മളോ നവോത്ഥാനം പറയുമ്പോ ഓർക്ക് അതിൽ എന്തേ ഉള്ളത്? സയ്യിദ് സനാഉല്ലാഹ് മക്തി തങ്ങൾ എങ്ങനെയായിരുന്നു, ഹമദാനി തങ്ങൾ ഇങ്ങനെയായിരുന്നു, KM മൗലവി ഇങ്ങനെയായിരുന്നു, KM സിദി സാഹിബ് ഇങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ പിന്നെ സെയ്ദ് മൗലവി രണ്ടത്താണി ഇങ്ങനെയായിരുന്നു, അലവി മൗലവി ഇങ്ങനെയായിരുന്നു,
അങ്ങനെ കുറെ ആളുകളെ പേര് അല്ല. അതൊക്കെയും ചരിത്രത്തിന്റെ മുന്നിൽ നടക്കുകയും ചരിത്രം സൃഷ്ടിക്കുകയും അല്ലേ. ചരിത്രം സെയ്ദ് മൗലവിയെ സൃഷ്ടിച്ചിട്ടില്ല, സെയ്ദ് മൗലവി ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലേ. സെയ്ദ് സനാഉല്ലാ മക്തി തങ്ങളെ ചരിത്രം സൃഷ്ടിച്ചിട്ടില്ല, ചരിത്രത്തെ സെയ്ദ് സനാഉല്ലാ മക്തി തങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലേ. ആ ചരിത്ര ഭൂമികയിൽ അത്ഭുതത്തോടെ നാം നോക്കിക്കാണേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, പ്രവാചകന്മാർ അവർ വെട്ടിത്തീർത്ത അവരുടെ പ്രത്യേകത തന്നെ എന്താ? വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്റിൻ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. റോട്ടിലേക്ക് ഇറങ്ങി, നാട്ടിലേക്ക് ഇറങ്ങി, ജനസമക്ഷത്തിങ്കൽ ഇറങ്ങി ഇസ്ലാഹി പ്രസ്ഥാനത്തോട് റാഫി നേരത്തെ പ്രസംഗിച്ചപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സേവനങ്ങളുടെ ചരിത്രം ഒന്നൊയ്യാതെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ശക്തമായ ആദർശ വ്യതിരിക്തത ഉണ്ടായി പിരിഞ്ഞു പോയപ്പോൾ അതുമുതൽ ഇങ്ങോട്ടുള്ള ഇസ്ലാഹി പ്രസ്ഥാനം കേരളം മുഴുക്കെ നടത്തിയ സമ്മേളനങ്ങളുടെയും സാൽവേഷന്റെയും ഓരോ ഘടകങ്ങളും സംഘടിപ്പിച്ച പ്രോഗ്രാമും ഇവിടെ വിശദീകരിച്ചപ്പോ ഒരു കാര്യം, പ്രായക്കുറവും അതുപോലെ തന്നെ ചരിത്രത്തിന്റെ പല കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴും MSMന്റെ വിദ്യാർത്ഥികൾ അറിയണം, ഞാനൊരു MSMകാരനാണ്, നിങ്ങളും അതെ. അതോടൊപ്പം നമ്മൾ അറിയണം, കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എന്നൊരു പ്രസ്ഥാനമുണ്ട് എന്നറിയാത്ത ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് എന്ന യാഥാർത്ഥ്യം. അവിടെ നിന്നുകൊണ്ടൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഇന്ന് ഈ ഉണ്ണിയാലേക്ക് തിരിയുന്ന റൂട്ടിൽ ഒരു ചെറിയ മോനെ കണ്ടപ്പോ വണ്ടിയിൽ കയറ്റിയിട്ട് ചോദിച്ചു, കയറിയ ഉടനെ തന്നെ, മോനെ ഇന്ന സ്ഥലത്തേക്ക് തന്നെയല്ലേ റൂട്ടിൽ നിന്ന് ചോദിച്ചു. മോനെ നീ സുന്നിയാണോ? ആ സുന്നിയാണ്. മുജാഹിദല്ല? അല്ല. മോനെ അല്ലല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ടോ? ആ ഉണ്ട്. ഞാൻ പറഞ്ഞു, മോനെ ഒരിക്കലും അല്ലല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക കേട്ടോ. എന്തോ അറിയില്ല, അത് പറഞ്ഞു തീരുമ്പോ കുട്ടി പറഞ്ഞു, എനിക്കിവിടെ ഇറങ്ങണം. ഞാൻ ചോദിക്കുന്നു, മുജാഹിദ് നവോത്ഥാനം നടന്ന ഈ ഒരു സ്ഥലത്തു ഒരു പൈതൽ സുന്ദരനായൊരു കുട്ടി അവൻ അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു. നാളെ അവനൊരു ആക്സിഡന്റിൽ മരിച്ചാൽ ആര് മറുപടി പറയും? ഒറ്റ വിഷയമുള്ളൂ, അവന് ഹിദായത്ത് കൊടുക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അല്ലാഹ് അവന്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ടോ? ഇടത്തനാട്ടുകരയിൽ ഒരൊറ്റ ഹിന്ദുവിന്റെ വീടുമുണ്ടാകരുത്, ഒരൊറ്റ ക്രിസ്ത്യാനിയുടെ വീടുമുണ്ടാകരുത്, ഒരൊറ്റ മുസ്ലിം സമൂഹത്തിലെ ശിർക്ക് വിശ്വസിക്കുന്നവന്റെ വീടുമുണ്ടാകരുത്. ഇസ്ലാഹി പ്രസ്ഥാനം തൗഹീദിന്റെ ശബ്ദം ആത്മാർത്ഥമായ വീട്ടിൽ എത്തിച്ചിട്ടല്ലാതെ മുജാഹിദ് പ്രസ്ഥാനം കയറിയിറങ്ങാത്ത. ഇവിടെ ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയും. സ്റ്റേജിലിരിക്കുന്നവരോടും സ്റ്റേജിൽ പ്രസംഗിക്കുന്നവരോടും പേജിൽ എഴുതുന്നവരോടും ഗ്രാമങ്ങളിൽ പ്രസംഗിക്കുന്നവരോടും ഒരു കാര്യം പ്രധാനമായി ഓർമ്മപ്പെടുത്തുന്ന ഈ തരുണത്തിൽ, അതെന്താണ്? ലോകത്തേതെങ്കിലും ഒരു നബി, അടിവരയിട്ട് ചോദിക്കേണ്ട ചോദ്യം, ലോകത്തേതെങ്കിലും ഒരു നബി ഒരു നാട്ടിലേക്ക് അല്ലാഹ് തെരഞ്ഞെടുത്തിട്ട് ആ നാട്ടിലെ ഏതെങ്കിലും ഒരു മനുഷ്യന് ഇങ്ങനെ ഒരു നബി വന്നിട്ടുണ്ട് എന്നറിയാതെ പോയിരുന്നോ? ഒന്നുകൂടി ആവർത്തിക്കാം. ഏതെങ്കിലും ഒരു പ്രവാചകൻ ലോകത്ത് വന്നിട്ട് ആ ജനതയിലേക്ക്, ഏതൊരു ജനതയിലേക്കാണോ പ്രവാചകനെ തെരഞ്ഞെടുത്തയച്ചത്, ആ ജനത ഈ പ്രവാചകനെ പറ്റി കേൾക്കാതെ പോയോ? ഇല്ലെന്നതാണ് മറുപടി. ഒരു നബിയും. അതാണ് ആശ്ചര്യം. ഖാല റബ്ബി ഇന്നി ദഅൗതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. നൂഹ് അലൈഹിസ്സലാം 71-ാം അധ്യായം 5-6 വചനങ്ങൾ. ഖാല റബ്ബി ഇന്നി ദഅൗതു ഖൗമി ലൈലൻ വനഹാറാ. ഇടത്തനാട്ടുകരയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരി, എന്റെ പ്രിയപ്പെട്ട സഹോദര, ഭർത്താവിന് കീയൊതുങ്ങിയ ഒരു ഭാര്യയായിരുന്നില്ല നൂഹ് നബിയുടെ ഭാര്യ. തൗഹീദിന് ഊടും പാവും നൽകാൻ കൂടെ നിന്ന ഒരു മണവാട്ടിയായിരുന്നില്ല നൂഹ് നബിയുടെ ഭാര്യ. ഓർക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം മകനുണ്ടല്ലോ, ഏതൊരു ബീജത്തിൽ പിറന്ന മകനുണ്ടല്ലോ, ഇബ്രാഹിം നബിക്ക് മകൻ ഇസ്മായിലിൻ എന്ന പോലെ ഒരു ബന്ധവും ഒരു സ്നേഹവും ഒരു പ്രബോധന പാതയിലെ സഹായവും സ്വന്തം മോനിൽ നിന്ന് കിട്ടിയ ഒരാളല്ല നൂഹ് അലൈഹിസ്സലാം. ഭാര്യ അദ്ദേഹത്തിനെതിരാണ്, മകൻ അദ്ദേഹത്തിനെതിരാണ്, നാട്ടുപ്രമാണിമാർ അദ്ദേഹത്തിനെതിരാണ്. എന്നിട്ടും ഖാല റബ്ബി ഇന്നി ദഅൗതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. പടച്ചവനെ, രാവെന്ന വ്യത്യാസമില്ലാതെ, പകലെന്ന വ്യത്യാസമില്ലാതെ, ഉച്ചയെന്ന വ്യത്യാസമില്ലാതെ, സായം സന്ധ്യ എന്ന വ്യത്യാസമില്ലാതെ ഞാൻ എന്റെ ഉമ്മത്തിനെ ക്ഷണിച്ചു റബ്ബേ. രാവിലെ ഞാൻ ചെന്ന് കണ്ടു, ഉച്ചക്ക് ഞാൻ ചെന്ന് കണ്ടു, വൈകുന്നേരം ഞാൻ ചെന്ന് കണ്ടു. അന്ന് സ്കൂളുകളില്ല. 10 മണിക്ക് സ്കൂളിൽ കയറിയിട്ട് 4 മണി വരെ ടീച്ചിങ് എടുത്തുകൊണ്ടല്ല,
അമ്പിയാക്കൾ ജീവിച്ചത്. അതിനെതിരല്ല ഈ പറയുന്നത്. അതാവശ്യമാണ്, വേണ്ട എന്നല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടോ ഈ LCD പ്രൊജക്ടർ? നിങ്ങൾ കണ്ടോ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ അങ്ങ് ആലുവയിൽ ജീവിക്കുന്ന അഹമ്മദ് അനസ് മൗലവിയുടെ കേസറ്റിങ് എടത്തനാട്ടുകരയിലിടാം. ഏറുകൊണ്ടാലും സ്ക്രീനിനെ കൊള്ളൂ. എന്റെ കേസറ്റ് നിങ്ങൾക്കിടാം. ഇവിടെ ഇരിക്കുന്ന പല പ്രഭാഷകന്മാരുടെ കേസറ്റും ഏത് കവലയിലും നിങ്ങൾക്കിടാം. എറിഞ്ഞാലും LCD പ്രൊജക്ടറിന് നേരെ ഏറുവരൂ. നൂഹ് നബി അതല്ല. നൂഹ് നബിയുടെ നേരെ കല്ലെറിയുന്നു. ഇവിടെ നൂഹ് നബി പ്രസംഗിക്കുന്നു, അവിടെ കല്ലേറുണ്ടാകുന്നു, അവിടെ കൂക്കുവിളി ഉണ്ടാകുന്നു, അവിടെ ബഹിഷ്കരണങ്ങൾ ഉണ്ടാകുന്നു. സഹിക്കാൻ, കൂടെ സമാധാനിപ്പിക്കാൻ റസൂലുള്ള പ്രവാചകനാകുമ്പോ ഖദീജ ബീവി നല്ലൊരു ഭാര്യയാണ്. ഇല്ല ഇല്ല, എന്റെ റബ്ബാണേ സത്യം, അള്ളാഹു നിങ്ങളെ കൈവടിയുകയില്ല, ആശ്വാസമായിരുന്നു. പക്ഷേ നൂഹ് നബി അതല്ല. നൂഹ് നബി ഖാല റബ്ബി ഇന്നി ദഅൗതു ഖൗമി ലൈലം വനഹാറാ. പഠിച്ചവനെ, രാവെന്ന വ്യത്യാസമില്ലാതെ, പകലെന്ന വ്യത്യാസമില്ലാതെ നിന്റെ സ്വർഗത്തിലേക്ക് ഈ ജനത നരകത്തിലേക്ക് പോകുമ്പോ ഇവരാരാ? ആദമിന്റെ മക്കളാണ്, എന്റെ കുടുംബക്കാരാണ്, എന്റെ നാട്ടുകാരാണ്, ഏകദൈവ വിശ്വാസത്തിൽ ജീവിച്ചവരാണ്. പിശാച് അവരുടെ വഴിതെറ്റിച്ചു കളഞ്ഞു. അവരെ ഞാൻ ക്ഷണിച്ചു. റബ്ബേ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. എന്റെ വിളി നോക്കണം. എനിക്ക് അത്ഭുതം തോന്നുന്നത്, അയാൾ പ്രസംഗിച്ചു, ആളുകളൊക്കെ കൂക്കി, കല്ല് ഓന്റെ കയ്യിലിരിപ്പോണ്ടാണ് എന്നാണ് ആധുനിക ഭാഷ്യം. അവിടെ ഓർക്കണം, ആധുനിക ഭാഷ അതാ. നൂഹ് നബി പറയില്ലെന്നറിയോ? ഞാൻ വയലെറിയുമ്പോ ആളുകൾ ഓടിപ്പോവുക. അള്ളാഹ് പറഞ്ഞില്ല കയ്യിലിരിപ്പോണ്ടാന്ന്. ഖൗമിന്റെ തകരാറ്, ഖൗമിന്റെ തകരാറ്. ഇസ്ലാമിക പ്രബോധനത്തിന് ഇറങ്ങിയ നൂഹ് നബി പറയേ എന്ത്? പഠിച്ചോനെ, ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. എന്റെ വിളി, എന്റെ ക്ഷണം, എന്റെ ദഅവത്ത് അത് ഞാൻ രൂപപ്പെടുത്തിയപ്പോ ആളുകൾ ഓടിപ്പോയി. അവരുടെ കാതുകളിലും മൂടിയുള്ള പോലെ ഞാൻ അവരെ, ഇനി ശ്രദ്ധിച്ചോ, ISM-ഉം MSM-ഉം MGM-ഉം KNM-ഉം എല്ലാ ഇസ്ലാമിക പ്രബോധന സംരംഭങ്ങളിൽ ഏർപ്പെടുന്നവരും ആലോചിക്കണേ. നൂഹ് നബി അലൈഹിസ്സലാം പറയാ എന്ത്? ഞാൻ അവരെ ഉറക്കെ വിളിച്ചു, ഞാൻ അവരെ പതുക്കെ വിളിച്ചു, ഞാൻ അവരെ രഹസ്യമായി കണ്ടു, ഞാൻ അവരോട് പരസ്യമായി പറഞ്ഞു. പഠിച്ചോനെ, റിപ്പോർട്ട് സമർപ്പിക്കുക അള്ളാന്റെ മുമ്പിൽ. എന്റെ വേദന, എന്റെ നൊമ്പരം ഞാൻ നിന്റെ മുമ്പിൽ വെക്കുക റബ്ബേ. പഠിച്ചവനെ, എന്നോടാവോളം ഞാൻ ഈ ദൗത്യം 950 വർഷം ക്ഷമിച്ചു അല്ലേ? ദൈവത്ത് നടന്ന് നാട്ടിൽ നിന്ന് ഇങ്ങനെ ആളുകൾ ചീത്ത പറഞ്ഞ്, കല്ലെറിഞ്ഞ്, ആക്ഷേപിച്ച്, പിടിച്ചു വലിച്ച്, പരിഹസിച്ച്, കൂടെ നിൽക്കാൻ ഒരാളുമില്ലാതെ വീട്ടിലേക്ക് മെല്ലെ കയറി വരുമ്പോ ഭാര്യ എതിര്, മകനെതിര് അല്ലേ? മലന്ന് കിടക്കുക. വീട്ടിൽ വന്നിട്ട് മലന്ന് കിടക്കുക. ആ ശ്വാസ റബ്ബിൽ മാത്രം. ആ നൂഹ് നബി ഓർത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? 71-ാം അധ്യായത്തിലെ 28 വചനം വായിച്ചിട്ടുണ്ടോ? മനസ്സിരുത്തി ഓരോ അക്ഷരങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടോ? അതിന്റെ ഉള്ളടക്കങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തൗഹീദിന്റെ പ്രബോധകനെയാണ് നൂഹ് നബിയിൽ നമ്മൾ കാണുന്നത് അല്ലേ? ജീവകാരുണ്യത്തിന്റെ വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ് ആളുകളെ പുതിയ ലോകത്തേക്ക് അംഗസംഖ്യ വർദ്ധിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു ദൈവത്തിന്റെ രീതിയല്ല മഹാനായ നൂഹ് നബിക്ക് അള്ളാഹു നൽകിയ സമ്മാനം. അല്ല, അള്ളാന്റെ അനുമതി പ്രകാരം അള്ളാഹുലേക്ക് ദഅവത്ത് നടത്തുക. ഈ പുതിയ രീതിശാസ്ത്രമൊന്നും അമേരിക്കയിലെ ഇഷാ മഹിയയുടെ പുതിയ രീതിശാസ്ത്രം അനുസരിച്ച് ദഅവത്തിനെ നീ രൂപപ്പെടുത്തി മയക്കിയെടുക്കേണ്ടയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ദഅവത്തിന്റെ കൃത്യമായ റൂട്ട് അവൻ വഹിയിറക്കി തന്നിട്ടുണ്ട്. ആ റൂട്ടിലൂടെ സഞ്ചരിച്ചാൽ മതി. ഇടത്തോട്ടും വലത്തോട്ടും തെറ്റണ്ട. നൂഹ് നബിയുടെ ചരിത്രം അതാ ചുരുക്കുക അല്ലേ? ഇബ്രാഹിം അലൈഹിസ്സലാം ഓർക്കുന്നുണ്ടോ? ഊർപ്പെട്ടതിൽ അറിയാലോ, ബഗ്ദാദ്, ചരിത്രമുറങ്ങുന്ന ബഗ്ദാദ് അത് നശിപ്പിച്ച് തരിപ്പണമാക്കിയതിന്റെ പിന്നിൽ പലരും പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല, ഇതൊരു രാഷ്ട്രീയ പ്രസംഗമല്ല. പക്ഷേ ധാർമ്മിക രോക്ഷം ആ വിഷയത്തിലൊക്കെ നമുക്കുണ്ട്. ഇറാഖിന്റെ ബഗ്ദാദ്, ആ ബഗ്ദാദിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള അന്നാസിറിയ പട്ടണം, അന്നാസിറിയ പട്ടണത്തിന്റെ തെക്ക് ഭാഗത്ത് 10 കിലോമീറ്റർ അകലെ ഊർപട്ടണം. ഇന്നും ഇബ്രാഹിം നബിയുടെ ഭവനത്തിന്റെ അവശിഷ്ടങ്ങൾ അവശേഷിക്കുന്ന ഊർപട്ടണത്തിന്റെ ചരിത്രം അല്ലേ? ഓർക്കുന്നില്ലേ? നമ്രൂദിന്റെ കൊട്ടാരത്തിൽ അദ്ദേഹം കയറിച്ചെന്ന ചരിത്രം. ഇസ്ലാമിക പ്രബോധക സംഘം അറിയാത്തൊരു കാര്യം എന്തറിയോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അമ്പിയാക്കൾ പ്രധാനമന്ത്രിമാരെ അവഗണിച്ചിട്ടില്ല, MLA-മാരെ അവഗണിച്ചിട്ടില്ല, MP-മാരെ അവഗണിച്ചിട്ടില്ല. അവർക്കും വേണം സ്വർഗം. അതുകൊണ്ട് MP-യുടെ ക്വാർട്ടേഴ്സിൽ കടന്നു ചെല്ലണം, MLA-യുടെ വീടുകളിൽ കടന്നു ചെല്ലണം, മന്ത്രി പുങ്കവന്മാരുടെ രാജകീയ കൊട്ടാരത്തിന്റെ പറുദീസകളിൽ
വിനീതദാസന്മാരായി റബീബിന് ആമിർ കടന്നു എന്ന പോലെ അലി ഇബ്നു അബീ താലിബിന്റെ കൈകളിൽ പതാക ഏൽപ്പിച്ച് ചെല്ല് ചൂതക്കോട്ടയുടെ പരിസരത്ത് റബ്ബിലേക്ക് അവരെ ക്ഷണിക്ക്, റബ്ബിനോട് അവർക്കുള്ള ബാധ്യത പഠിപ്പിക്കുക എന്ന റസൂലിന്റെ വാചകം കേട്ട് കുതിരയുടെ കടിഞ്ഞാണം പിടിച്ച് അങ്ങ് കോട്ടക്കൊത്തളങ്ങളിൽ കയറി ചെന്ന ഖാലിദിന്റെ, അലി ഇബ്നു അബീ താലിബിന്റെ, മുസ്അബിന്റെ ചരിത്രമുറങ്ങുന്ന ഇസ്ലാമിക ചരിത്രഗ്രന്ഥത്താളുകളിലൂടെ കടന്നു പോകുമ്പോ വിജൃംഭിതമായ മനസ്സുമല്ലാതെ, ഗദ്ഗതകണ്ഠനായിട്ടല്ലാതെ, ഈർണണിഞ്ഞ കണ്ണുകളുമായിട്ടല്ലാതെ, തുടിക്കുന്ന ഹൃദയമായിട്ടല്ലാതെ, സമൂഹത്തിന്റെ ഒരു പുതിയ സെട്ടിപ്പിന് വേണ്ടി വെമ്പൽ കൊള്ളുന്ന മനസ്സുമായിട്ടല്ലാതെ അമ്പിയാക്കൾ സൃഷ്ടിച്ച സഹാബികളുടെ ചരിത്രം വായിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഫിറൗനിന്റെ രാജകീയ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയല്ല, രാജകീയ കൊട്ടാരത്തിൽ ചെട്ടക്കുടിലേക്ക് ആസിയ ബീവി തിരിച്ചു വന്ന കഥ സുഖലോലുപതയുടെ പർദീസിലേക്കുള്ള വിളിയല്ല. സുഖലോലുപമായ രാജകീയ ജീവിതത്തിൽ നിന്ന് പട്ടണത്തിന്റെ ഏതോരോരത്തിലെ ചെറ്റക്കുടിലേക്കും ഇന്ദക ബൈത്തും ഫിൽ ജന്ന, എനിക്ക് ഫിറൗനിന്റെ ഭാര്യാപദം വേണ്ട, പ്രഥമ വനിതാ പദം വേണ്ട, എനിക്ക് ചെറ്റക്കുടിൽ ഇവിടെ മതി, പക്ഷേ സ്വർഗത്തിലൊരു വീട് വേണം എന്ന് സ്ത്രീത്വത്തിന്റെ പൂർണ്ണത പ്രാപിച്ച 3 സ്ത്രീകളിൽ ആസിയ ബീവിയുടെ ചരിത്രവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. അങ്ങനെയുള്ള ഒരു ചരിത്രം വിശുദ്ധ ഖുർആൻ വജഅൽനാകും, ശ്രദ്ധിക്കണം, അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം ഫീൽ ഖൈറാത്ത്. വിശുദ്ധ ഖുർആൻ 73-ാം വചനം 21-ാം അധ്യായം സൂറത്ത് അംബിയ 73-ാമത്തെ വചനം. നമ്മുടെ കൽപ്പന പ്രകാരം, വെറുതെയല്ല, തോന്നിയതുപോലെയല്ല, കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് രൂപപ്പെടുത്തിയെടുത്ത പുതിയ ചേരുവ ചേർത്ത ദൈവത്തിന്റെ പുതിയ കൂട്ടുകളല്ല, അല്ല അല്ല പിന്നെയോ അല്ല പറയാൻ എന്തേ, വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം ഫീൽ ഖൈറാത്ത്. വഹീന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ദഅവത്ത്, നമ്മുടെ കൽപ്പന പ്രകാരം നാം തിരഞ്ഞെടുത്ത അമ്പിയാക്കൾ, ആ അമ്പിയാക്കൾ നിങ്ങളുടെ മുമ്പിൽ വെട്ടിത്തുറന്നു തന്ന പാത എന്താ? ഈ നവോത്ഥാന സമ്മേളനത്തിൽ ഈ വിഷയം ഉൾപ്പെടുത്തിയപ്പോൾ ഇതിന്റെ സംഘാടകർ ഉദ്ദേശിച്ചത് എന്താ? നവോത്ഥാനത്തിന്റെ ചരിത്രം ഉൾക്കൊള്ളുകയും അതിന്റെ ആത്മാവ് ആവാഹിച്ചെടുത്ത ഒരു പുതിയ സമൂഹം ഈ ഗേറ്റിലൂടെ കടന്നു പോകുമ്പോൾ പുറത്തേക്ക് പോകണം. ദാറ്റ്സ് ഓൾ. ഇങ്ങനെ നവോത്ഥാനത്തിന്റെ ചരിത്രം ഉൾക്കൊള്ളുകയും അതിൽ ഊറ്റം കൊള്ളുന്നതിന് പകരം കണ്ണുനീരോടെ, പദപ്രയോഗം ശ്രദ്ധിക്കണം, ആ നവോത്ഥാന നായകന്മാരെ ഓർത്ത് ഇതൊന്നും നിങ്ങൾക്കൊന്നും ഇല്ലല്ലോ, ഇതൊക്കെ ഞങ്ങളുടെ പാരമ്പര്യമാണല്ലോ എന്നോർത്ത് ഇന്ന് പോയി എന്ന് കൂർക്കം വലിച്ചുറങ്ങാനല്ല, അവരിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സ്വന്തം വീട് വിട്ടുകൊടുത്ത, സ്വന്തം സമ്പത്ത് വിറ്റ സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ, വക്കം മൗലവി തുടങ്ങിയ മഹാരഥന്മാരായി അവർ നടന്നു നീങ്ങിയ ആ ചരിത്രത്തിന്റെ മുൾക്കിരീടങ്ങളുള്ള പാതയിലൂടെ, കല്ലും മുള്ളും നിറഞ്ഞ മൂർഖൻ പാമ്പുകൾ അതിന്റെ സർപ്പം അതിന്റെ വിഷം ചീറ്റി നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ, അതെ, ആ കാലഘട്ടങ്ങളിൽ അവർ തീർത്ത കൃത്യമായ തൗഹീദിന്റെ സത്പാതയുണ്ടല്ലോ. ഇന്ന് എക്സ്പ്രസ് ഹൈവേയിലൂടെ നാം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കാർ ഓടിച്ചു പോകുന്നില്ലേ? ഇതെന്തായിരുന്നു? കരിമ്പാറകളായിരുന്നു. ആ കരിമ്പാറകളെ തൗഹീദിന്റെ ആയുധം കൊണ്ട് വെട്ടി തീപ്പാറിപ്പിച്ച് ശിർക്ക് ലോകത്തുനിന്ന് വിഭാടനം ചെയ്യാൻ ആത്മാർപ്പണം ചെയ്ത നവോത്ഥാന നായകന്മാരുടെ കഥ പറയുന്ന ഈ നിമിഷത്തിൽ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകുമെന്ന് റസൂൽ പഠിപ്പിച്ച ഈ സദസ്സിന്റെ മുമ്പിൽ ഓർക്കണം. ഗതകാല സ്മരണകൾ ഓർക്കാത്ത ഒരു തലമുറക്ക് ചരിത്രം ആവർത്തിക്കാൻ കഴിയില്ല എന്ന പാഠം ചരിത്രത്തിന്റെ ബേസിക് നിയമമായെങ്കിലും നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ട് നൂഹ് നബി, ഇബ്രാഹിം അലൈഹിസ്സലാം, എന്താ അദ്ദേഹത്തിൽ നിന്നുള്ള പാഠം? ബാപ്പാനോട് തൗഹീദ് പറഞ്ഞു. 4 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് 16 വയസ്സുള്ള ഒരു +1 വിദ്യാർത്ഥി ചാടി ആത്മഹത്യ ചെയ്തപ്പോ വയറ് നിറയെ വെള്ളമായിരുന്നില്ല, ആൽക്കഹോളായിരുന്നു. ഇബ്രാഹിം നബി അതല്ല. ബാപ്പാനോട് ധിക്കരിച്ചുകൊണ്ടാ പറഞ്ഞത്? അല്ല. ഇങ്ങോട്ട് നോക്ക്, തന്തേതല്ലേ എന്ന് പറഞ്ഞിട്ടാ? അല്ല. ആ ഒരു സ്വരത്തിലല്ല. യാബത്തി എത്ര തവണ വിളിച്ചില്ലേ ഇബ്രാഹിം നബി? ഇബ്രാഹിം നബിയെ പറ്റി അല്ല പറയുന്നത് ക്ഷമാലുവായിരുന്നു, വിനയാന്വിതനായിരുന്നു, വിട്ടുവീഴ്ച മുഖമുദ്രയായിരുന്നു. മനുഷ്യനിൽ അല്ല പ്രതീക്ഷിക്കുന്ന സകല ഗുണങ്ങളും ഒന്നു ചേർന്ന ഒരു മഹാ വ്യക്തി, തേജോമയം അല്ലേ? അതുകൊണ്ടാണ് 2 പ്രവാചകന്മാരെ 60-ാം അധ്യായം സൂറത്ത് മുംതഹന 4-ാമത്തെ വചനം അല്ലേ റസൂലുള്ളാഹിനെ പറ്റി പറയുന്ന ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 21-ാമത്തെ വചനം. എല്ലാം പൂർത്തീകരിച്ച, കടമകൾ പൂർത്തിയാക്കിയ ഇബ്രാഹിം അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം
ഓർക്കണം, ചിന്തിക്കണം, ആലോചിക്കണം. സ്വന്തം ബാപ്പാനോട് യാ അബത്തി, എന്റെ പ്രിയ ഉപ്പ, എന്റെ പൊന്നാര ഉപ്പ, എന്റെ പഞ്ചാര ഉപ്പ, എന്റെ ചക്കര ഉപ്പ, ഞാൻ ആദരിക്കുന്ന എന്റെ പ്രിയ പിതാവേ, അങ്ങക്ക് കിട്ടാത്ത ഒരു ഇൽമ്. MSM-കാരൻ നോട്ട് ചെയ്തേക്കണം. അറിവ് സമാധാനത്തിന്. ഏത് അറിവ്? ഇബ്രാഹിം നബി പറയാ, ബാപ്പാ നിങ്ങൾക്ക് നാട്ടുകാർ പകർന്നു തന്നൊരറിവുണ്ട്, സമൂഹം പകർന്നു തന്നൊരറിവുണ്ട്, പാരമ്പര്യമായി കിട്ടിയൊരു അറിവുണ്ട്. ആ അറിവല്ല എന്റെ കയ്യിലുള്ള അറിവ്. എന്റെ കയ്യിലുള്ള യാ അബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബീനി. കണ്ടോ ബാപ്പാ, അല്ലാഹുവിൽ നിന്ന് വഹി മുഖാന്തരം എനിക്ക് കിട്ടിയൊരറിവ്. ആ അറിവ് തെറ്റിപ്പോകുമോ? ആ അറിവ് സ്വീകരിച്ചാ പിഴക്കുവോ? ആ അറിവ് സ്വീകരിച്ചാ ഭയപ്പെടേണ്ടി വരുമോ? ഇല്ല ബാപ്പാ, അത് പിശാചിന് റാഞ്ചി എടുക്കാൻ പറ്റിയ ഇൽമല്ല. കാരണം എന്താ? ഖുർആനിന്റെ ഇൽമ്, വേദങ്ങളുടെ ഇൽമ്, അത് റാഞ്ചി എടുക്കാൻ പിശാച് ശ്രമിക്കുമെന്നും ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ വഹീനുണ്ടെന്നും അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഇൽമ എനിക്കുണ്ട്, കാലഹരണപ്പെടില്ല. നൂറ്റാണ്ടുകൾ എത്ര പിന്നിട്ടാലും ആ ഇൽമ് കാലഹരണപ്പെടില്ല. ആ ഇൽമ് അപ്രായോഗികമാവുകയില്ല. ആ ഇൽമ് കാലാധിപത്യത്തിന് വിരുദ്ധമാവുകയില്ല. ആ ഇൽമ് അതിജയനങ്ങളുടെ പാതയിൽ പിറകോട്ട് റിവേഴ്സ് ഗിയറിൽ വരില്ല. ആ ഇൽമ് സർവജ്ഞനായ പടച്ച തമ്പുരാനിൽ നിന്നുള്ള മഹാ ഇൽമാകുന്നു. ആ ഇൽമ് ബാപ്പാ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഇൽമിലൂടെ നോക്കൂ, ആ ഇൽമിലൂടെ ഞാൻ നിങ്ങളെ നയിക്കാം. എന്റെ കാർ ഉപയോഗിച്ച് ഞാൻ നിങ്ങളെ നയിക്കാം, എന്റെ സമ്പത്ത് ഉപയോഗിച്ച് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം എന്നല്ല. അറിവ് അതായിരുന്നു മൂലധനം. അറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നു ചിലർ എന്ന് പൂന്താനം പറഞ്ഞത് ഈ തരുണത്തിൽ ഓർക്കണം. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. ആ വിദ്യയിൽ ഏറ്റവും വലിയ വിദ്യ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്. അതുപോലെ ഹാദാ ബലാഉൽ ലിന്നാസ് വലിയുൻദറു ബിഹി വലിയഅലമു അന്നമാ ഹുവ ഇലാഹുൻ വാഹിദ് എന്ന് വിശുദ്ധ ഖുർആൻ 14-ാം അധ്യായം 52-ാമത്തെ വചനം, 3-ാം അധ്യായം 18-ാമത്തെ വചനം, 47-ാം അധ്യായം 19-ാമത്തെ വചനം. ഫഅലം, അറിയണം. അറിവാ നാവുകൊണ്ട് പറയലല്ല, ഹൃദയത്തെ തട്ടാതെ പറയലല്ല. അതാണ് അറാബികൾക്ക് സംഭവിച്ചത്. അവരുടെ ഹൃദയത്തിലേക്ക് അത് കടന്നു വന്നില്ല. 49-ാം അധ്യായം 14-ാമത്തെ വചനം. അപ്പൊ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിവായി അലിഞ്ഞു ചേർന്ന് തേനുറ്റി വീഴുന്ന പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിവായി ഹൃദയാന്തരാളങ്ങളിൽ രൂപപ്പെടുമ്പോൾ ഉജ്ജ്വലമായ ഒരു പരിഷ്കർത്താവ് അവന്റെ ജീവിതത്തിലൂടെ പുറത്തു വരികയായി. ആ ചരിത്രം, അങ്ങനെയുള്ള ഒരു ചരിത്രം ഇസ്ലാമിനുണ്ടെങ്കിൽ, ആ ചരിത്രം ആവർത്തിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ, ആ ചരിത്രം ആവർത്തിക്കപ്പെടുന്നതിലൂടെ മാത്രമേ സമൂഹം മോചിതമാകുമെങ്കിൽ അത് ആവർത്തിക്കപ്പെടുക ആരിലൂടെയാവണം? അതിന് നമ്മൾ സന്നദ്ധരാവണം. അതിനുവേണ്ടി ഇബ്രാഹിം നബി ബാപ്പാനോട് പറഞ്ഞു, കല്ലിനെ ആരാധിക്കുന്നു, വിഗ്രഹത്തെ ആരാധിക്കുന്നു, നിങ്ങളുടെ കൈകൊണ്ടുണ്ടാക്കിയ കമ്പപ്രതിമയെ നിങ്ങൾ ആരാധിക്കുന്നു, അത് കമ്പോളത്തിൽ കൊണ്ടുപോയി വിൽക്കുന്നു, അതിന്റെ മുമ്പിൽ പൂജാകർമ്മങ്ങൾ അർപ്പിക്കുന്നു. അതുകൊണ്ട് ബാപ്പാ യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ എന്ന് പറഞ്ഞുകൊണ്ട് ബാപ്പയിൽ നിന്ന് ആരംഭിക്കുന്ന ദഅവത്ത് അവിടുന്ന് ഇങ്ങോട്ട് നാട് വിട്ടു പോകേണ്ടി വന്നപ്പോ അർജുമന്നക വഹ്ജുർനി മലിയ, ഞാൻ നിന്നെ കല്ലെറിഞ്ഞു കൊല്ലും എന്ന് പറഞ്ഞിട്ട് സൂറത്ത് മറിയം 19-ാം അധ്യായം 41-ാമത്തെ വചനം മുതൽ 49 വരെയുള്ള വചനം. ആ വചനത്തിലാണെന്ന് പറയുന്നത്, ബാപ്പാ സലാമുൻ അലൈക്കും, ഞാൻ പോവുകയാണ്, വേദനയുണ്ട്. എബ്രോൺ നഗരം, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എബ്രോൺ നഗരം, ഇബ്രാഹിം നബിയുടെ ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്ന എബ്രോൺ നഗരം ജൂത കിങ്കരന്മാരുടെ കൈകളിൽ, അവരുടെ സ്വച്ഛാധിപത്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും കൈകളിൽ മുസ്ലിങ്ങൾക്ക് ആ പ്രദേശത്ത് പോലും പ്രവേശിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ ഈജിപ്തിലെ എബ്രോൺ നഗരം മൂകമായി കരയുന്നുണ്ട്. അതിന്റെ കരച്ചിൽ മുസൽമാന്റെ ഈമാനിക കർണപുടങ്ങളിൽ എബ്രോൺ നഗരത്തിന്റെ കരച്ചിൽ നാം കേൾക്കുന്നുണ്ട്. 4 പട്ടണമാണ്, 4 കേന്ദ്രമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം തൗഹീദിന് വേണ്ടി പടർത്തത്. ബിസിനസിന്റെ കേന്ദ്രങ്ങളല്ല, തൗഹീദിന് വേണ്ടി 10,000 രൂപ മുടക്കി ഒരു സെന്റർ മുടക്കാത്തവർ, കോടിക്കണക്കിന് ആസ്തി മുടക്കി ബിസിനസിന്റെ പുതിയ ലോകം തുറക്കുന്നവരെ ഇബ്രാഹിം നബിയുടെ ചരിത്രം നിങ്ങളും മുസൽമാൻ എന്ന നിലയിൽ ഓർത്തിട്ടുണ്ടാകുമല്ലോ. എങ്കിൽ നിങ്ങൾ ഓർക്കുക, ഈജിപ്തിലേക്ക് വന്നത്, ഫലസ്തീനിൽ വന്നത്, മക്കയിൽ വന്നത്, ജനവാസമില്ലാത്ത, ജനസ്രോതസ്സില്ലാത്ത കാബത്തിന്റെ സമീപത്ത് പഠിച്ചവനെ, ബൈത്തിക്കൽ മുഹറം, നിന്റെ ബൈത്തിന്റെ സമീപത്ത് ഞാൻ ഇവരെ ഉപേക്ഷിച്ചത് ഇവര് പണക്കാരാവാനല്ല,
ഇവര് ഭൗതിക സൗകര്യമുള്ളവരാകാനല്ല. നിന്നെ ആരാധിക്കുന്ന, നിനക്ക് കീഴൊതുങ്ങുന്ന, നമസ്കാരം നിലനിർത്തുന്ന, അനുസരണമുള്ള സൃഷ്ടിയുടെ ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായി നടന്നെടുക്കുന്ന ഒരു സന്താന പരമ്പരയെ, ഒരു കുടുംബത്തെ സ്വീകരിക്കാനാണെന്ന ഇബ്രാഹിം നബിയുടെ മനസ്സിന്റെ ചിന്തകൾ സ്വന്തം മകനെ 86-ാമത്തെ വയസ്സിൽ കിട്ടുമ്പോ അള്ളാന്റെ കൽപ്പന അനുസരിച്ച് അറുക്കാൻ തയ്യാറായ ഇബ്രാഹിം നബി നമ്രൂദിന്റെ കൊട്ടാരത്തിൽ ചാഞ്ചല്യമില്ലാതെ കയറി ചെന്ന് സൂര്യചന്ദ്രന്മാരെ ചൂണ്ടിക്കാണിച്ച് റബ്ബിന്റെ അസ്തിത്വം വിവിധ രൂപത്തിൽ പഠിപ്പിച്ച ഇബ്രാഹിം നബിയിൽ നിന്ന് നമുക്കുള്ള പാഠം എന്താ? അമേരിക്കൻ പ്രസിഡന്റിന്റെ കോട്ടക്കൊത്തലങ്ങളിൽ, ബരാക് ഒബാമയുടെ വൈറ്റ് ഹൗസിൽ, അതുപോലെ നെതന്യാഹു, ഏരിയൽ ഷാരോൺ തുടങ്ങിയ മന്ത്രിമാരുടെ മുമ്പിൽ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ അല്ല, ലോകത്തെ 714 കോടി മനുഷ്യരുടെ മുമ്പിൽ തൗഹീദ് പറയാൻ ഇനിയൊരു നബി വരാനില്ല, ഇനിയൊരു അമ്പിയാക്കൾ വരാനില്ല. ദർഗകളുടെ പിന്നാമ്പുറങ്ങളിൽ മീടകമൈത്ത് സുജൂദ് ചെയ്ത് അവരുടെ മുമ്പിൽ മാത്രം കരയുകയും റബ്ബിന്റെ പള്ളിയിൽ കരയാതിരിക്കുകയും ചെയ്ത പൗരോഹിത്യത്തിന്റെ കൂട്ടിന് ഇനി ഈ ദഅവത്ത് നടത്താൻ കഴിയില്ല. ശിർക്കിലേക്ക് ആപതിച്ചു പോയവർക്ക് ഈ ദഅവത്ത് നിർവഹിക്കാൻ കഴിയില്ല. 57 വയസ്സ് പ്രായമുള്ള പെണ്ണിന്റെ മുമ്പിൽ ആരാധന നടത്തുന്ന ഒരു പുതിയ തലമുറയെ നമുക്ക് കിട്ടില്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭൗതിക പ്രമത്തത്തിൽ ആപതിച്ചു പോയ ജനതയെ നമുക്ക് കിട്ടില്ല. അറബ് രാജ്യങ്ങളുടെ സുഖലോലുപതയിൽ മയക്കിക്കിടത്തിയ യുവത്വത്തെ നമുക്കതിന് കിട്ടില്ല. കള്ളും പെണ്ണും കഞ്ചാവും മയക്കുമരുന്നുമായി ജീവിതത്തിന്റെ സുഖലോലുപതയിൽ ആപതിച്ച് ഓവുചാലുകളിലേക്ക് മുഖം കുമ്പത്തി വീണ യൗവനം ചരിത്രത്തിന്റെ തീജ്വാലയാക്കി മാറ്റേണ്ട ഒരു തലമുറയെ, ആ തലമുറയെ ഇനി നമുക്ക് കിട്ടാനില്ല. അതുകൊണ്ട് സ്ഫുടം ചെയ്യപ്പെട്ട MSMലൂടെ, സ്ഥിരീകരിക്കപ്പെട്ട ISMലൂടെ, നേടിയെടുത്ത ആർജിത വിജ്ഞാനങ്ങളിലൂടെ, പ്രമാണബദ്ധമായ ജീവിതത്തിലൂടെ ഒരു പുതിയ കേരളത്തെ കെട്ടിപ്പടുക്കാൻ, ഒരു പുതിയ ഇന്ത്യയെ രൂപപ്പെടുത്തിയെടുക്കാൻ, ഒരു പുതിയ ലോകവീക്ഷണം രൂപപ്പെടുത്തിയെടുക്കാൻ, അതാവട്ടെ പ്രവാചകന്മാരുടെ ചരിത്രത്തിന്റെ പാതകളെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണ് താനും എന്ന ചിന്തയും ഈ സന്ദർഭത്തിൽ നാം ഓർക്കുക. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ഒറ്റ കാര്യം, മൂസാ നബി അലൈഹിസ്സലാം കലിമുല്ലാഹി മൂസ, എനിക്ക് ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് പ്രബോധക സംഘങ്ങളോട് പറയാൻ ഒരു വാചകം, വിനീതമായൊരു വാചകം, അതിനൊരു ദ്വയാർത്ഥം ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്, വിചാരിക്കുകയും അരുത്. മഹാനായ മൂസ അലൈഹിസ്സലാം, അള്ളാഹു അദ്ദേഹത്തെ ഫിറൗന്റെ കൊട്ടാരത്ത് പോകാൻ പറഞ്ഞു. ഫിറൗൻ ധിക്കാരിയായിരിക്കുന്നു, ഓർക്കണം, ഫിറൗൻ ധിക്കാരിയാണ്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ ലഅല്ലഹു യതദക്കറു യഖ്ശാ, അല്ലേ? ഫഹശറ ഫനാദാ ഫഖാല അന റബ്ബുകുമുൽ ആലാ. അവൻ ആളുകളെ വിളിച്ചു ചേർത്തു, ഞാനല്ലയോ നിങ്ങളുടെ പരമോന്നത റബ്ബ് എന്ന് ചോദിച്ച ഫിറൗന്റെ കൊട്ടാരത്തിൽ ചെല്ലാനാ മൂസാ നബിയോട് പറയുന്നത്. തെല്ലൊന്നു പരിങ്ങി, തെല്ലൊന്നു ഭയപ്പെട്ട് അള്ളാന്റെ മുമ്പിൽ പറയാ, പടച്ചോനെ, ഫിറൗനാണ്, ക്രൂരനാണ്, അല്ലേ, ധിക്കാരിയാണ്, പെണ്ണുങ്ങളെ ജീവിക്കാൻ അനുവദിച്ച് പുരുഷ സന്താനങ്ങളെ കൊന്നൊടുക്കി ജീവിച്ച ഫിറൗന്റെ കൊട്ടാരത്ത് പോകാനാ റബ്ബ് പറയുന്നത്. റബ്ബാ പറയുന്നത് എനിക്ക് പറ്റൂല എന്നല്ല, റബ്ബാ പറഞ്ഞത് എനിക്ക് പറ്റൂല എന്നല്ല. അല്ല, അതാണ് മൂസാ നബി തൗറാത്തിന്റെ ഏട് വാങ്ങാൻ പോയപ്പോ അള്ള ചോദിച്ചില്ലേ, നിന്റെ ഉമ്മത്തിനെ ഉപേക്ഷിച്ച് ഇത്ര ധൃതിയിൽ നീ എന്തിനാ പോന്നത്? അപ്പൊ പറഞ്ഞു, അല്ലാ നിന്റെ പ്രീതി കിട്ടാൻ, നീ എന്നെ തൃപ്തിപ്പെടാൻ. അത് പറഞ്ഞ മൂസാ അലൈഹിസ്സലാം പ്രവാചകനായി തെരഞ്ഞെടുത്തിട്ട് ആദ്യം അള്ള ഏൽപ്പിച്ച ദൗത്യം എന്തറിയോ? ചെറ്റക്കുടിയിലെ മിണ്ടാൻ യോഗ്യതല്ലാത്ത ലോക്കൽ മനുഷ്യന്റെ അടുത്ത് ഈ തൗഹീദ് പറയാനല്ല. ആർക്കും കഴിയൂ, ആർക്കും ഞാനല്ല. ആദ്യമായിട്ട് ചെല്ലു ലോകത്തിലെ ഏറ്റവും വലിയ ധിക്കാരിന്റെ അടുത്ത്, അവിടെ നിന്ന് തുടങ്ങ്, എന്നിട്ട് കീയോട്ട് വാ, അല്ലേ? അത് ചെന്നു ഫിറൗന്റെ കൊട്ടാരത്തിലേക്ക്. അത് ചെല്ലുന്നതിന് മുമ്പ് മൂസാ നബി നടത്തിയ പ്രാർത്ഥനയുടെ ഒരു അകമ്പുരുൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ വളർന്നു വരുന്ന പുതിയ കുട്ടികൾ ഒക്കെ മനസ്സിലാക്കണം. എന്താ അത്? അതെന്താണെന്നറിയോ? മൂസാ നബി വരെ, പടച്ചോനെ റബ്ബി ഇശ്റഹ് ലീ സദ്രി, എന്റെ മനസ്സ്. മൂസാ നബി ഏറെക്കുറെ ശക്തനായിരുന്നു, മനസ്സും ശരീരവും ഒക്കെ ഒരു പരുക്കത, അങ്ങനെ അതൊരു വ്യക്തിയുടെ അസ്ലിയായ ഒരവസ്ഥ, അല്ലെ? അതുകൊണ്ട് തന്നെ മൂസാ നബി, റബ്ബേ എന്റെ ഹൃദയം വിശാലമാക്കി തരണേ നാഥ. അള്ളാഹു മുഹമ്മദ് നബിക്ക് ഹൃദയ വിശാലത കൊടുക്കരുത്, അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. മൂസാ നബി ചോദിച്ചു വാങ്ങി അലൈഹിസ്സലാം മുഹമ്മദ് നബിക്ക് അള്ളാഹ് അങ്ങോട്ട് കൊടുത്തു, ആദ്യം തന്നെ കൊടുത്തു, അല്ലെ? ഓർക്കണേ, മൂസാ നബി അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? പടച്ചോനെ എന്റെ ഹൃദയം നീ വിശാലാക്കി തരണം, പിന്നെയോ എന്റെ കാര്യം എളുപ്പമായി തരണം. ഏതാ ഇവിടെ കാര്യം? എനിക്ക് 10 സെന്റ് ഭൂമി കിട്ടണം, എനിക്കൊരു 2 ഏക്കർ എസ്റ്റേറ്റ് ഉണ്ടാവണം, ഒരു നല്ല കാർ ഉണ്ടാകണം. ഇതാണോ? അല്ല. പിന്നെന്താ? വളരെ ഗൗരവമായി മനസ്സിലാക്കുക. പിന്നെന്താ? എന്റെ കാര്യം എളുപ്പാക്കി തരണം. ഏതാ കാര്യം? ഫിറൗനിന്റെ അടുത്തേക്ക് പോകാൻ നീ എന്നോട് പറഞ്ഞല്ലോ, ആ കാര്യം.
തൗഹീദ് പറയാൻ നീ എന്നോട് കൽപ്പിച്ചല്ലോ. ആ കാര്യം പ്രാർത്ഥിച്ചത് എന്തിനാ? ആഖിറവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചത് എന്തിനാ? തൗഹീദ് പറയാൻ കരുത്ത് തരണേ, ഫിറൗനോട് ആദർശം പറയാൻ കരുത്ത് തരണേ, എന്റെ കാര്യം നീ എളുപ്പാക്കി തരണേ. പിന്നെയോ എന്റെ നാവിനൊരൽപ്പം വിക്കുണ്ട്, സംസാര വൈഭവം എനിക്ക് കുറവാ. മൂസാ നബി പറയാ, റബ്ബേ എന്റെ നാവിന്റെ കെട്ടിക്കുടുക്ക് തീർത്തു തരണം. ഞാൻ പറയണ അവർക്ക് മനസ്സിലാകണം, ഞാൻ അവരെ ക്ഷണിക്കുന്നവർക്ക് ക്ലിയർ ആകണം. എന്നിട്ടോ അതിന് പറ്റിയ ഒരാൾ എന്റെ കുടുംബത്തിലുണ്ട്, അത് ഹാറൂനാണ്. നോക്കണേ, വിശാലത, സ്വാർത്ഥതയല്ല. മൂസാ അലൈഹിസ്സലാം പറയുന്നത് എന്താ? ഇക്കാര്യത്തിൽ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ് ഹാറൂൻ. അതുകൊണ്ട് റബ്ബേ ഹാറൂൻ എനിക്ക് തരണോ, ചെങ്ങാതിയാക്കി തരണോ. കഴിവുള്ളോനാ, സംസാര വൈഭവമുള്ളവനാ, അങ്ങനെയാ കൂടെ കൊണ്ടുപോവുക. സംസാര വൈഭവമുള്ളവനാ, സംസാരിക്കുക. അള്ളാന്റെ ദീനാ, ആർക്കും വളരാനല്ല, ആർക്കും ആളാവാനല്ല, ആർക്കും മെയിനാകാനല്ല. അതുകൊണ്ട് മൂസാ നബി പറയാ, എന്റെ നാവിന് കെട്ടിക്കൊടുക്കുന്നുണ്ട്, എനിക്ക് ഹാറൂനെ കിട്ടണോ. എന്തിന്? ദുനിയാവ് 10 സെന്റ് ഭൂമി ഉണ്ടാക്കാനല്ല കൂട്ടരെ, ബിസിനസിന്റെ പാർട്ണറായിട്ടല്ല, തൗഹീദിന്റെ പാർട്ണറായിട്ട്, തൗഹീദ് പ്രബോധനത്തിന്റെ പാർട്ണറായിട്ട്. അതിനേക്കാൾ കേമന ഇങ്ങടുതാ. അള്ള പറഞ്ഞു, ഞാൻ സ്വീകരിച്ച് കൊടുത്ത്. ആത്മാർത്ഥത കൊണ്ട് അള്ള കൊടുത്തു. ഏത്? മൂസാ നബീന്റെ ആത്മാർത്ഥത പടച്ച തമ്പുരാൻ അറിയാലോ, കൊടുത്ത്. രണ്ടുപേരും ചെന്നു, സംസാരിച്ചു, വൈഭവം ഉണ്ടായി. ഓർക്കുക, പ്രബോധന പാതയിൽ എന്തൊക്കെ അനുഭവിച്ചു. ചെങ്കടൽ കടന്നു, ത്യാഗങ്ങൾ അനുഭവിച്ചു, ക്ഷമിച്ചു. മൂസാ നബി കൗമിനെ കൊണ്ട് പൊറുതിമുട്ടിയില്ലേ, എന്നിട്ട് ക്ഷമിച്ചില്ലേ? അപാരക്ഷമയുടെ ഉലുൽ അസ്മിന്റെ പ്രവാചക പരമ്പരയിൽ അവർ ഉൾപ്പെടുത്തി. ചുരുക്കുന്നു ഞാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എല്ലാവർക്കും അറിയാം, വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട്, അവിടെ മാലിക് ബിൻ ദീനാറും കേരളത്തിൽ വന്നു. അതുപോലെ ഇസ്ലാമിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്തുണ്ടായി. അവരുടെ സത്യസന്ധതയും ധർമ്മബോധവും ന്യായവും ജീവിത വിശുദ്ധിയും കർമ്മധർമ്മങ്ങളും കച്ചവടത്തിലെ ന്യായവും നീതിയും നിറയും, അതുപോലെ കച്ചവടത്തിന്റെ നേരും നിറയും എല്ലാം കണ്ടു. പുതിയ ഒരു സമൂഹത്തെ അവർ സ്വീകരിച്ചു, കൈനീട്ടി സ്വീകരിച്ചു. മാത്യു അർണോൾഡ് പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ ഈ കാര്യം രേഖപ്പെടുത്തി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ കാര്യം രേഖപ്പെടുത്തി. ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫിയിൽ രേഖപ്പെടുത്തി. ആർ സി ദത്തിന്റെ പ്രാചീന ഇന്ത്യയിൽ രേഖപ്പെടുത്തി. ഗോൾഡൻ ചൈൽഡിന്റെ വാട്ട് ഹാപ്പൻഡ് ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി. ഗിബന്റെ ബുക്കുകളിൽ രേഖപ്പെടുത്തി. അതുപോലെ ലാമാർട്ടിന്റെ ബുക്കുകളിൽ രേഖപ്പെടുത്തി. അതുപോലെ പല ചരിത്രകാരന്മാരുടെയും പുസ്തകങ്ങളിൽ സ്ഥാനം പിടിച്ചു. ആനി ബസന്റ് ഇസ്ലാമിനെ പ്രശംസിച്ച് സംസാരിച്ചു. ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു സ്വീകരിച്ചു. മഹാത്മാഗാന്ധി എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ എഴുതി. പ്രവാചകനിൽ നിന്ന് തൗഹീദിന്റെ ആവേശം ഉൾക്കൊണ്ട സഹാബത്തിന്റെ ചരിത്രം ഓർക്കുന്നുണ്ടോ? ഒരു വ്യക്തിയെ, സഹാബികളിൽ 2 പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ 2 പേരുടെ കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതെന്താണ്? ഒന്നോർക്കണേ. അതാ ഗിഫാർ ഗോത്രക്കാരൻ അബൂദർ അൽ ഗിഫാരി പ്രവാചക സന്നിധിയിലേക്ക് പ്രച്ഛന്ന വേഷനായി 3 ദിവസം അലഞ്ഞു കിടന്ന് തന്റെ അനുജനെ ആദ്യമായി പറഞ്ഞയച്ചു മക്കത്ത്. ഇങ്ങനെ ഒരു നബി വന്നിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആദർശം എന്താണ്, ആശയം എന്താണ്, അദ്ദേഹം പഠിപ്പിക്കുന്ന കാര്യം എന്താണ് എന്നറിഞ്ഞു വരാൻ അനീസിനെ പറഞ്ഞയച്ചു. അനീസിന്റെ വിശദാംശങ്ങളിൽ അബൂദർ റളിയല്ലാഹുവിന് തൃപ്തി വന്നില്ല. അബൂദർ വേഷം മാറി പരിശുദ്ധ മക്കയുടെ പരിസരത്ത് വന്നു. ഒരാളെ കിട്ടി, അയാളെ ഇങ്ങനെ തുടർന്നു. അയാൾ പറഞ്ഞു, ഞാൻ മുന്നിൽ നടക്കും. നോക്കണേ, നിങ്ങൾ ഓർക്കണേ, യുവാക്കളെ, ചരിത്രം ഓർക്കുന്ന സഹോദരിമാരെ, നമ്മൾ ഓർക്കണേ, നിങ്ങൾ ഓർക്കണേ. നിങ്ങളുടെ പൊക്കിൾ കൊടിയിൽ നിന്ന് പുറത്തു വന്ന ആൺതരികളിലെ നിങ്ങളുടെ മക്കൾ, അവർ കർമ്മോത്സുകരാണോ? ആവേശപൂർണമായി മുന്നോട്ട് പോകുന്നവരാണോ? ഓർക്കണേ നിങ്ങൾ. അബൂദർ അൽ ഗിഫാരി അതാ വേഷപ്രച്ഛന്നായി വരിക. നബീനെ അന്വേഷിച്ചു വന്ന അടിച്ചിട്ടും മാർക്കറ്റിൽ നിന്ന് ചുണ്ട് പൊട്ടിക്കും, തല പൊട്ടിക്കും, കൊന്നുകളയും, ഇരുമ്പിന്റെ ചെറുപ്പ് കൊണ്ട് മാംസം പിഴുതെടുക്കും. ആ മക്കയിലേക്കാ വരുന്നത്, വേഷം മാറിയാ വരുന്നത്, പാർത്തും പതുങ്ങിയാ വരുന്നത്. മുഹമ്മദ് എന്ന പേരുച്ചരിച്ചാൽ അടിയ, ക്ഷീണമാ, നാടുകടത്തല. അങ്ങനെ ഒരു കാലഘട്ടം. അങ്ങനെ ഒരാൾ മുന്നിലിടന്നു, കുറെ നടക്കും. ഞാൻ ആരെങ്കിലും കണ്ടാ നിൽക്കും, അപ്പൊ നീയും തിരിഞ്ഞു നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി. ആരായി കൊണ്ടുപോകുന്നത്? അലി ഇബ്നു അബീ താലിബാണ്. റസൂലുള്ളാഹ് ദാറുൽ അർഖം അവിടെ കൊണ്ടുപോകുന്നു. ആദ്യമായി സലാം പറഞ്ഞ് അബൂദർ അൽ ഗിഫാരി കടന്നു ചെല്ലുകയാണ്. അസ്സലാമു അലൈക്കും എന്ന് നബിയോട് ആദ്യം പറഞ്ഞ മഹാനുഭാവനാണ് അബൂദർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം മടക്കിക്കൊണ്ട് അബൂദറിനെ സ്വീകരിച്ചു. ഇസ്ലാമിന്റെ തൗഹീദ് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തു. ആ നെഞ്ചകം അബൂദർ ഒന്നാം തരം ഒരു കൊള്ളക്കാരുടെ ഗോത്രത്തിലായിരുന്നു, പിടിച്ചുപറിയന്മാരുടെ ഗോത്രത്തിലായിരുന്നു. തെല്ല് ഭയപ്പാടോടെയാണ് അബൂദറിനെ അവർ കണ്ടത്.
അബൂദറിന്റെ ഹൃദയത്തിലേക്ക് ജാഹിലിയത്തിന്റെ മുഴുവൻ കൂരിട്ടുകളും മാഞ്ഞു പോവുകയും തൗഹീദിന്റെ തേൻതുള്ളി മനസ്സിന്റെ അന്തരാളങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോ, തൗഹീദ് മനസ്സിൽ സ്വീകരിച്ചപ്പോ അബൂദറിന് അടങ്ങിയിരിക്കാൻ സാധിച്ചില്ല. റസൂലുള്ളാഹി പറഞ്ഞു, അബൂദറേ ഇപ്പൊ പോകരുത് കേട്ടോ, കാബത്തിന്റെ അടുത്ത് പോയി വെറുതെ അടി ഉണ്ടാക്കല്ലേ. അബൂദറേ, അവസ്ഥ മോശമാണ്. ഓർക്കണേ പ്രിയപ്പെട്ടവരെ, ഓർക്കണേ, കാറിലാണ് നമ്മൾ പലരും വന്നത്, ഐശ്വര്യത്തോടെയാ നമ്മൾ വന്നത്, ഉടുക്കാൻ നമുക്ക് ഡ്രസ്സുണ്ട്, ധരിക്കാൻ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ട്, സുഖ സൗകര്യങ്ങളുണ്ട്, പുറത്തിറങ്ങാം, ഞാനൊരു മുജാഹിദാണെന്ന് പറയാം, അടി കിട്ടുകയില്ല. നമുക്കറിയാം ഇന്നും ചില്ലറ സംഭവങ്ങൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഓർക്കണം, റസൂലുള്ളാഹി പറയാ, അബൂദറേ, ധീരനായ അല്ലാഹുവിന്റെ റസൂൽ പറയാ, അബൂദറേ ആയിട്ടില്ലേ, അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് വെറുതെ ഫിത്ന ഉണ്ടാക്കല്ലേ, കുഴപ്പമായി പോവേ, അടി കിട്ടിയേ, രക്ഷപ്പെടാൻ കഴിയില്ലേ എന്നൊക്കെ താക്കീത് നൽകി പറഞ്ഞേക്കുക. അബൂദറിന്റെ മനസ്സ് ദൈവവിശ്വാസം കടന്നു ചെന്നപ്പോ സഹിച്ചില്ല. കാബത്തിന്റെ പരിസരത്തേക്ക് ചെന്നു. കാബത്തിന്റെ പരിസരത്തേക്ക്, പരിശുദ്ധ കാബ 360 വിഗ്രഹങ്ങളെ കൊണ്ട് നിബിഡമാണ്. ഏതൊരു ഏകദൈവ വിശ്വാസത്തിന്റെ പേരിൽ ഇബ്രാഹിം നബി സ്ഥാപിച്ച ഇന്ന അവ്വല ബൈത്തിൻ ഉദിയ ലിന്നാസ് എന്ന് പറഞ്ഞ 3-ാം അധ്യായം 96-ാമത്തെ വചനത്തിൽ പറഞ്ഞ കാബാലയം, വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കാബാലയം, ആ കാബത്തിന്റെ പരിസരത്തേക്ക് അബൂദർ എന്ന് പറയുന്ന പ്രഗൽഭനായ, പള്ളി ദർസിലല്ല, അതുപോലെ അഫ്ളലുൽ ഉൽമ പഠിച്ചിട്ടല്ല, അബൂദർ ഗോത്രത്തിൽ നിന്ന് വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പഠിച്ച്, അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പഠിച്ച് ഹദീസുകളിൽ അവഗാഹം നേടാതെ, ആയത്തുകളിൽ അവഗാഹം നേടാതെ, ഖുർആൻ മനപ്പാഠമില്ലാതെ അബൂദർ കാബത്തിന്റെ പരിസരത്ത് ചെന്നു. വിഗ്രഹാരാധനക്കെതിരെ വാചാലമായി സംസാരിച്ചു തീരുന്നതിന് മുമ്പ് അടികിട്ടി ബോധരഹിതനായി താഴെ വീണു. നിരങ്ങി വിളിക്കുന്ന അബൂദറിന്റെ കരച്ചിൽ ചില സഹാബികളുടെ കർണപുടങ്ങളിൽ തട്ടുന്നു, ചുണ്ടുകളിൽ നിന്ന് രക്തമൊലിക്കുന്നു, കണ്ടടങ്ങളിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നു, നെറ്റിയിൽ തോല് പോയിട്ടുണ്ട്, ശരീരം മണലിൽ കിടന്നു ഉരുട്ടിയിട്ടുണ്ട്, തോല് പോയിട്ടുണ്ട്. ഒരേ ഒരു കാര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ എന്താ? വല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്. 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ് 39-40 വചനങ്ങൾ റഫറൻസിന് വേണ്ടി അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, അബൂദർ മടങ്ങിപ്പോണം വേണ്ട, എന്നിട്ടും അബൂദർ പിറ്റേന്നും ചെന്നു. 2 വിഗ്രഹത്തെ സ്ത്രീകൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഓർക്കണം, വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളോട് ആ വിഷയത്തിൽ അബൂദർ തർക്കിക്കുന്നു. ഇന്നലെ കിട്ടിയതിനേക്കാൾ സ്ട്രോങ് ആയി കിട്ടുന്നു, താഴെ വീഴുന്നു, വേദനിക്കുന്നു, ബോധം പോകുന്നു, എഴഞ്ഞെഴഞ്ഞ് റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ വരുന്നു. സഹോദരാ, സഹോദരി, അവർ പോയ സ്വർഗമാണോ നമ്മുടെ മുമ്പിലുള്ളത്? അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ. 3-ാം അധ്യായം 142-ാമത്തെ വചനം. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു കളയാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പീഡനങ്ങൾ അനുഭവിക്കാതെ, ത്യാഗങ്ങൾ അനുഭവിക്കാതെ, ബഹിഷ്കരണങ്ങൾ അനുഭവിക്കാതെ സയ്യിദ് സനാഉല്ലാഹ് മക്തി തങ്ങൾക്ക് മുസ്ലിങ്ങൾ ഭക്ഷണം നിരോധിച്ചില്ലേ? കുടുംബക്കാര് ഭക്ഷണം നിരോധിച്ചില്ലേ? പണ്ഡിതന്മാർ ഭക്ഷണം നിരോധിച്ചില്ലേ? കാഫറാക്കി പ്രഖ്യാപിച്ചില്ലേ? ബ്രിട്ട് കൽപ്പിച്ചില്ലേ? ക്രൈസ്തവ ലോകം അദ്ദേഹത്തെ ആട്ടിയോടിച്ചില്ലേ? പട്ടരുടെ ഓട്ടറിൽ തിരുവനന്തപുരത്തെ ചിറയങ്കിയിൽ ഭക്ഷണം കഴിച്ച് ജീവിക്കേണ്ടി വന്നില്ലേ? കഷ്ടപ്പെടേണ്ടി വന്നില്ലേ? എന്തിനു വേണ്ടിയായിരുന്നു? സ്വർഗത്തിന് വേണ്ടി. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും, ഒരു കാതും കേട്ടിട്ടില്ലാത്തതും, ഒരു ഹൃദയവും വിഭാവനം ചെയ്തിട്ടില്ലാത്തതുമായ ആ സ്വർഗം, വസാരിഉ ഇലാ മഗ്ഫിറത്തും മിർ റബ്ബിക്കും എന്ന് പറഞ്ഞ, റബ്ബിലേക്ക് പാപമോചനത്തിലേക്കും അതുവഴി സ്വർഗത്തിലേക്കും വരൂ എന്ന് പറഞ്ഞ സൂറത്ത് ആൽ ഇംറാനിലെ 133-ാമത്തെ വചനപ്രകാരം ആ സ്വർഗത്തിന് വേണ്ടി അവരനുഭവിച്ച ത്യാഗങ്ങൾ ഓർക്കുന്നുണ്ടോ? ചിന്തിക്കുന്നുണ്ടോ? ഉൾക്കൊള്ളുന്നുണ്ടോ? തദനുസൃതമായി ജീവിക്കാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ്. ഈ നവോത്ഥാന സമ്മേളനത്തിൽ MSMന്റെ വിദ്യാർത്ഥികളെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇന്നത്തെ നൂറ്റാണ്ടിൽ അറിവ് സമാധാനത്തിന് എന്ന പ്രമേയം ഒരുത്തന്റെ തലയിൽ അള്ളാഹു ഇട്ടു കൊടുക്കണ്ടേ? നിന്നെ അള്ളാഹു തെരഞ്ഞെടുത്തു, നിങ്ങളെ അള്ളാഹു തെരഞ്ഞെടുത്തു. ഇത് പറയാൻ നമുക്കല്ലാതെ അവകാശം വേറൊരു വിഭാഗത്തിനുണ്ടോ? ആ അവകാശം നമുക്ക് കിട്ടിയത്, പാരമ്പര്യ പൈതൃകത്തിന്റെ അവകാശം നമുക്ക് കിട്ടിയത് ആരിൽ നിന്നാ? അള്ളാഹുവിന്റെ റസൂലിൽ നിന്നാണ്. ഓർക്കണേ,